നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. 2024 രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വർഷം. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നടന്നെടുക്കുന്നു. ഒട്ടേറെ കാരണങ്ങൾ കൊണ്ട് 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷൻ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇലക്ഷന്റെ ഒരു പ്രാഥമിക ചർച്ചകളിലേക്കൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ കടക്കുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങളാണ് രാജ്യത്തിന്റെ മനസ്സിലുള്ളത്. മോദി മൂന്നാം തവണയും അധികാരത്തിൽ ഏറുമോ? ഇന്ത്യ മുന്നണിയുടെ കരുത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരുമോ? അതോ മറ്റേതെങ്കിലും അത്ഭുതങ്ങൾ സമ്മാനിച്ച് അട്ടിമറികൾ ഉണ്ടാകുമോ? ചോദ്യങ്ങളും സംശയങ്ങളും നിരവധിയാണ്. ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. 2024 രാജ്യം ഭരിക്കുന്നത് ആരായിരിക്കും? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് ശ്രീ സുശീൽ ഗോപാൽ, ഒപ്പം ബി.ജെ.പിയിൽ നിന്നും അഡ്വക്കേറ്റ് ശ്രീ ജയസൂര്യൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് കല്ലുവേലിൽ, ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് ശ്രീ ജയസൂര്യൻ, പ്രത്യേകിച്ച് ബി.ജെ.പി ക്യാമ്പുകൾ വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മൂന്നാം തവണയും ഈ മോദി പ്രഭാവത്തിലേറി അധികാരത്തിൽ തിരിച്ചെത്താൻ അല്ലെങ്കിൽ അധികാരത്തിൽ വീണ്ടും വരാൻ ബി.ജെ.പിക്ക് സാധിക്കുമെന്ന് ബി.ജെ.പി കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നു. പക്ഷേ നമുക്കറിയാം, ഇത് മൂന്നാം തവണയാണ് അധികാരത്തിനായി ബി.ജെ.പി 2014 ശേഷം 2014, 19, 2024 മൂന്നാം തവണയാണ് അധികാരത്തിലേക്ക് ഏറാൻ വേണ്ടി ജനങ്ങളുടെ മുന്നിലേക്ക് ബി.ജെ.പി എത്തുന്നത്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ബി.ജെ.പി ക്യാമ്പുകളിൽ? ഒരു തരത്തിലുമുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണോ ബി.ജെ.പി അവകാശപ്പെടുന്നത്? ഞാൻ ചോദിക്കാൻ കാരണം ഒട്ടേറെ കാരണങ്ങളുണ്ട്. കാരണം തൊഴിലില്ലായ്മ, ഒപ്പം തന്നെ കാർഷിക പ്രശ്നങ്ങൾ, കർഷക പ്രക്ഷോഭം നാം കണ്ടതാണ്. ഈ കോവിഡിന് ശേഷം രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ കണ്ടതാണ്. പക്ഷെ അതിന്റെ എല്ലാം നടുവിലും ഈ ഭരണവിരുദ്ധ വികാരത്തെ ബി.ജെ.പി എത്രത്തോളം ക്യാമ്പിന്റെ ഈ ഒരു ഘട്ടത്തിലെ ആത്മവിശ്വാസം? ശ്രീ ജയസൂര്യ. തികഞ്ഞ ആത്മവിശ്വാസമാണ് ബി.ജെ.പിക്കുള്ളത്. ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല, രാജ്യം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ വികസനം രാജ്യം അനുഭവിക്കുകയാണ്, ജനങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും മോദി തുടരണം എന്നുള്ള ഒരു പൊതു അഭിപ്രായം ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തും അനുഭവപ്പെടുന്നുണ്ട്. പ്രാദേശികമായ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ, അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും അല്ലെങ്കിൽ അസംബ്ലി തിരഞ്ഞെടുപ്പാണെങ്കിലും കണ്ടുവരുന്നതായ വ്യത്യസ്തമായ തീരുമാനങ്ങൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ ഒട്ടും ബാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് യാതൊരു സംശയവും ഇപ്പോൾ ബി.ജെ.പിക്കില്ല. ബി.ജെ.പി നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അധികാരത്തിൽ തുടരും, അധികാരത്തിലേക്ക് തന്നെ വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആരോപണങ്ങളും എതിരഭിപ്രായങ്ങളും പ്രതിപക്ഷത്തിന്റെ ഒരു സ്വഭാവം എന്നുള്ള നിലയിൽ പ്രതിപക്ഷം അത് ഉയർത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് ജനങ്ങൾ ബി.ജെ.പിയെ വീണ്ടും അധികാരത്തിലേറ്റും എന്ന ഉറച്ച വിശ്വാസമാണ് ബി.ജെ.പിക്കുള്ളത്. പക്ഷെ മറ്റൊരു വാദം ശ്രീ ജയസൂര്യൻ, ഈ എത്ര നാൾ ഈ മോദി എന്ന ഒരൊറ്റ വ്യക്തിയെ ആശ്രയിച്ച് മുന്നോട്ട് പോകും? പ്രത്യേകിച്ച് നിയമസഭാ ഇലക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ ആയിക്കോട്ടെ, 2014 ശേഷമുള്ള പ്രധാനപ്പെട്ട ഇലക്ഷനുകളിലെല്ലാം ഒരു സ്റ്റാർ ക്യാമ്പയിനറായി അല്ലെങ്കിൽ ബി.ജെ.പിയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ മുഖമായി ബി.ജെ.പി ഉയർത്തിക്കാട്ടുന്നത് നരേന്ദ്രമോദിയാണ്. പക്ഷെ എത്ര നാൾ ഈ ഒരു ഫേസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ബി.ജെ.പിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? ശ്രീ ജയസൂര്യൻ. ബി.ജെ.പിക്ക് അങ്ങനെ ഒരു അജണ്ട ഇല്ല. മോദിയെ മാത്രം ഉയർത്തിക്കാട്ടി, മോദിയെ മാത്രം മുന്നോട്ട് വെച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നോ വോട്ട് നേടണമെന്നോ ഉള്ള അജണ്ട ബി.ജെ.പിക്ക് ഇല്ല. മോദിയെ ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഉള്ളതുകൊണ്ട് മോദിയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് സത്യമാണ്. പലരും ഭയപ്പെടുന്നത് പോലെ മോദി പോയാൽ സർവ്വതും തീർന്നു എന്നുള്ളൊരു ഭയം ബി.ജെ.പിക്കില്ല. ബി.ജെ.പി ഒഴികെയുള്ളവർക്കേ കാണൂ. കാരണം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഈ ഭാരതത്തിന്റെ ഓരോ ഗ്രാമങ്ങളിലും വളരെ ആഴത്തിൽ വേരൂന്നിയ സംഘടനാ സംവിധാനമുണ്ട്. ആ തരത്തിലുള്ള വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് മോഡി ഒരിക്കൽ മാറി നിന്നാൽ മോഡിയേക്കാൾ ശക്തരായിട്ടുള്ള നിരവധി മോഡിമാരെ അണിനിരത്താൻ കഴിവുള്ള ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടി, ഞാൻ എടുത്തു പറയുന്നു, ഒരേ ഒരു പാർട്ടി, അതാണ് ബി.ജെ.പി. അതുകൊണ്ട് മോദിയെ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഇപ്പൊ മോദി പറയാണ് ഞാൻ നിർത്തി, ഞാനില്ല.
ഇനി മറ്റാരെങ്കിലും ആയിക്കോട്ടെ എന്ന് പമ്പന്മാരെ മുന്നോട്ട് വെക്കാൻ അണിയറയിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒന്ന് രണ്ട് അതിന്റെ പേരുകൾ തെളിവാണ് അങ്ങേക്കൊന്ന് ചൂണ്ടിക്കാണിക്കാം, ഒന്ന് രണ്ട് പേരുകളൊന്ന് ചൂണ്ടിക്കാണിക്കാമോ? അല്ല, ഒരു പേരും ഞാൻ പറയല. കാരണം അത് മോദി വന്നത് എങ്ങനെയാണ്? മോദി ആരെങ്കിലും പ്രതീക്ഷിച്ചോ മോദി ആയിരിക്കും വരുന്നതെന്ന്? മോദി പെട്ടെന്നൊക്കെ വരികയല്ലേ ചെയ്തേ. അതുപോലെ മുന്നോട്ട് വെക്കാനുള്ള നിരവധി ആൾക്കാരുണ്ട്. അത് മനസ്സിലാകാത്തതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പരാജയം. മീഡിയയുടെയും പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പരാജയം BJP എന്ന് പറഞ്ഞാൽ മോദിയാണ് എന്നൊരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. അതുകൊണ്ട് മോദി എന്നുള്ള അല്ല നിൽക്കുന്നത്. ഒപ്പം തന്നെ ശ്രീ ജയസൂര്യ, നമ്മുടെ ചർച്ചയുടെ ഒരു ആദ്യഘട്ടത്തിൽ BJP ഏതൊക്കെ പോയിന്റ്സ് ആണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നത്? ഏതൊക്കെ പോയിന്റ്സ് ആയിരിക്കും? ഏതൊക്കെ വികസന അല്ലെങ്കിൽ ഏതൊക്കെ വികസന അജണ്ട മാത്രമല്ല, ഏതൊക്കെ വിഷയങ്ങളായിരിക്കും ജനങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുക ശ്രീ ജയസൂര്യ? വികസനം മാത്രം മതിയല്ലോ. കാരണം ഒരു 60-65 വർഷക്കാലം കൊണ്ട് കോൺഗ്രസ് ഈ രാജ്യത്ത് ചെയ്തതിനേക്കാൾ എത്രയോ ഏറെ ചെയ്യാൻ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ BJPക്ക് സാധിച്ചു. അതുകൊണ്ട് വികസനം എന്താണ് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, അഴിമതി വിമുക്തമായിട്ടുള്ള ഭരണം. ഇത്രയും കാലമായല്ലോ, ഇപ്പൊ 2 ടേം തികയാൻ പോവല്ലേ. എന്നിട്ട് മോദി മന്ത്രിസഭയിലെ ഒരാളെ കുറിച്ചെങ്കിലും മോദിയുടെ ഭരണത്തെക്കുറിച്ച് അഴിമതി ആരോപണം മുന്നോട്ട് വെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ വികസനവും അഴിമതി മുക്തവുമായിട്ടുള്ള ഒരു ഭരണം എന്നുള്ളതാണ് BJP മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ പ്രത്യേകിച്ച് ഈ വരുന്ന ഇലക്ഷനിൽ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ കർഷക പ്രക്ഷോഭമൊക്കെ എത്രത്തോളം BJPക്ക് ഒരു പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്? പ്രത്യേകിച്ച് കർഷക പ്രക്ഷോഭം, ഐതിഹാസികമായിട്ടുള്ള ആ ഒരു പ്രക്ഷോഭത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ നാം കണ്ടതാണ്. ഒപ്പം തന്നെ ഈ മണിപ്പൂർ വിഷയം അതിപ്പോഴും കത്തി നിൽക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ക്രിസ്തീയ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇപ്പോഴും വളരെയധികം ആശങ്ക ശക്തമാണ്. അത് മൊത്തത്തിലല്ലെങ്കിലും പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ്, ഗോവ, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ BJP അത് പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയില്ലേ? നോർത്ത് ഈസ്റ്റിലോ ഗോവയിലോ ഒന്നും അങ്ങനെ ബാധിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം എന്താണ് അവിടുത്തെ പ്രക്ഷോഭങ്ങളുടെ പിന്നിലുള്ള കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും എന്നുള്ളത് അവിടുത്തെ ജനതയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ അത്തരം ചർച്ചകൾ ഏറിയ കൂറും നടക്കുന്നത് കേരളത്തിലാണല്ലോ. കേരളത്തിൽ ആ ചർച്ച നടന്നാലും ഇല്ലെങ്കിലും BJPയുടെ അവസ്ഥ എന്താണെന്നും BJPക്ക് എത്രമാത്രം മുന്നോട്ട് വരാൻ കഴിയുമെന്നുള്ളതും BJPക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ ചർച്ചകളൊക്കെ നടക്കട്ടെ. പക്ഷെ ഇലക്ഷൻ വരുമ്പോൾ അതൊന്നും ആയിരിക്കില്ല മുന്നോട്ട് വരിക. അതുകൊണ്ട് ആ ചർച്ചകൾ അന്തരീക്ഷത്തിൽ ലയിച്ചു പോകാൻ മാത്രമേ കഴിയൂ. ഇപ്പോൾ കർഷക പ്രക്ഷോഭം എന്ന പേരിൽ കൊണ്ടുവന്ന പ്രക്ഷോഭം എവിടെ എത്തിയെന്ന് നമുക്കറിയാമല്ലോ. എന്നിട്ട് ഈ രാജ്യത്തെ കർഷകർക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്താണ് എന്ന് മനസ്സിലായി. അപ്പോൾ യഥാർത്ഥത്തിൽ കർഷകർ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നേട്ടങ്ങളും കർഷകരുടെ മനസ്സിലുണ്ട് എങ്കിൽ തീർച്ചയായും കാർഷിക ഭാരതം മോദിയെ പിന്തുണയ്ക്കും, BJPയെ പിന്തുണയ്ക്കും, മോദിയെ വീണ്ടും അധികാരത്തിലേറ്റും. ഓക്കെ, ഞാൻ കോൺഗ്രസ് പ്രതിനിധി ശ്രീ അഡ്വക്കേറ്റ് സുശീൽ ഗോപാലിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഈ 2024 ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയേണ്ടിയിരിക്കും. കാരണം ഇത്തവണയെങ്കിലും അധികാരത്തിലേറാൻ സാധിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവിയെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇലക്ഷനാണ്, പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഇന്ത്യ മുന്നണി, വളരെയധികം ചർച്ച ചെയ്യുന്ന ഇന്ത്യ മുന്നണി എത്രത്തോളം കോൺഗ്രസിന് ഗുണകരമാകും? പ്രത്യേകിച്ച് ഈ ഇന്ത്യ മുന്നണി നമുക്കറിയാം, പല പാർട്ടികളും, ഇതിന് ഉള്ളിൽ നിൽക്കുന്ന പല പാർട്ടികളും പല സംസ്ഥാനങ്ങളിലും പരസ്പരം മത്സരിക്കുന്നതാണ്. പഞ്ചാബിൽ ആം ആദ്മി കോൺഗ്രസ് മത്സരിക്കുന്നു. പ്രത്യേകിച്ച് കേരളം ആയിക്കോട്ടെ, കേരളം കോൺഗ്രസ് CPM തമ്മിലുള്ള പോരാട്ടമാണ്. പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അത്തരം പോരാട്ടങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഏക ഒരു ആശയം, ഇവരെല്ലാം യോജിപ്പിക്കുന്ന ഒരു ആശയം, ഒരു ആന്റി BJP സെന്റിമെന്റ് ആണ്. അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് എത്രത്തോളം ശക്തമായി ഈ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഒരുപക്ഷെ അധികാരത്തിലേറാൻ സാധിക്കുകയാണെങ്കിൽ എത്രത്തോളം ഒരു ഐക്യത്തോടെ തുടർന്ന് ഈ 2024 അധികാരത്തിലേറാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ. ഇന്ത്യ എന്ന മുന്നണി എന്ന് പറയുന്ന ആശയം തന്നെ വരുന്നത് ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിന്റെ പോരാട്ടം എന്ന നിലയിലല്ല. സത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് എന്നതിനേക്കാൾ ഉപരിയായി ഇന്ത്യയിലെ ജനാധിപത്യം അതിന്റെ പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി ഇന്ത്യയിൽ നിലനിൽക്കണമെന്ന ഒറ്റ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് ഇന്ത്യ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ തങ്ങളുടെ സഖ്യത്തിലില്ലാത്ത പാർട്ടിക ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ഇന്നത്തെ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്ന
പിന്തിരിപ്പൻ നയങ്ങളും അവരുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കലും അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭീഷണിയും എല്ലാം വളരെ വ്യാപകമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഇപ്പോ ആന്ധ്രയിലും കർണാടകയിലെയും പ്രതിപക്ഷ പാർട്ടികളുടെ, അതായത് കർണാടകയിലെ ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെയും ആന്ധ്രയിലെ മറ്റു പാർട്ടികളുടെയൊക്കെ നേതാക്കന്മാരുടെ വീടുകളിൽ ED റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി 2024 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP ആശങ്കയിലാണ്. സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ പ്രാദേശികമായുള്ള ശക്തി അവരെ പല സംസ്ഥാനങ്ങളിലും ദുർബലപ്പെടുത്തുമെന്നുള്ള കൃത്യമായുള്ള അവരുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരുടെ വീടുകളിലേക്ക് നിരന്തരമായ ED റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അത്തരത്തിൽ ഒരു ഫാസിസ്റ്റ് രീതിയിലൂടെ ഒരു പാർട്ടി അതിന്റെ ഭരണം നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യത്തെ അതിന്റെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നിലനിർത്തുവാനുള്ള ഏറ്റവും വലിയ പോരാട്ടത്തിന് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് സ്വാഭാവികമായിട്ടും അതിന്റെ സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോ മൊത്തം ഇന്ത്യയിൽ 10 സംസ്ഥാനങ്ങളിലാണ് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 6 സംസ്ഥാനങ്ങൾ അവരെ ഘടകകക്ഷികളുമായി ചേർന്നുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി ഏകദേശം ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആശയത്തിന് കൃത്യമായ സംഘടനാ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ ചർച്ചകളിലൂടെ അതിന്റെ സീറ്റുകളെ കൃത്യമായി വിഭജിച്ചു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, 2024 തെരഞ്ഞെടുപ്പിലെ ഈ BJPക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ജനവികാരം കൂടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും 2024 ഭരണമാറ്റം ഉണ്ടാകും. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പിനേക്കാൾ ഉപരിയായി ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ദുരിതത്തെ അനുഭവിച്ചത് കോടിക്കണക്കിന് വരുന്ന കർഷകരാണ്, സാധാരണക്കാരാണ്. ഡിമോണിറ്റൈസേഷന് ശേഷം മാത്രം ഇന്ത്യയിൽ 1 കോടിയിലേറെ ദരിദ്രരുടെ എണ്ണമാണ് കൂടിയത്. 1 കോടിയിലേറെ കഴിഞ്ഞ 25 വർഷത്തിനിടയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ വർധനയാണത്. അത് ഈ പറയുന്ന 10 വർഷത്തിനിടെ ഉണ്ടായ വലിയൊരു മാറ്റമാണ്. അത് സത്യത്തിൽ മോദിയുടെയും അമിത്ഷായുടെയും സുഹൃത്തുക്കളായി 25 പേരിലേക്ക് മാത്രമായി ഇന്ത്യയിലെ സാമ്പത്തിക അവസ്ഥ മുഴുവനായി കേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ ഈ ഇന്ത്യയുടെ എക്കോണമിയുടെ ഏറ്റവും ചാലക ശക്തിയായ സ്മോൾ ഇൻഡസ്ട്രീസിൽ ലക്ഷക്കണക്കിന് സ്മോൾ ഇൻഡസ്ട്രീസ് ആണ് തകർന്ന് തരിപ്പണമായി പോയത്. അത് നോർത്ത് ഇന്ത്യയിലേക്കൊന്നും പോകണ്ട, നമ്മുടെ കേരളത്തിൽ മാത്രം നോക്കിയാൽ മതി. കേന്ദ്രത്തിന്റെ വികലമായ സാമ്പത്തിക നയങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വന്തക്കാർക്ക് വേണ്ടി മാത്രമായി പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി മാത്രം ഫണ്ടുകൾ മാറ്റിവെക്കുകയും സ്വന്തം കൂട്ടുകാർക്ക് വേണ്ടി മാത്രം ലോണുകൾ എഴുതിത്തള്ളുകയും ചെയ്തപ്പോ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ, തൊഴിലാളികളുടെ, കർഷകരുടെ ജീവിതോപാധിയാണ് ഇല്ലാതായത്. അവരുടെയൊക്കെ വികാരം ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരാണ്. അതെല്ലാം കൃത്യമായി പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പാണ് 2024 വരാൻ പോകുന്നത്. അപ്പൊ ആ ജനങ്ങളുടെ ആ വികാരത്തെ ഒത്തൊരുമിച്ച് നിലനിർത്തുകയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി. യാതൊരു സംശയവും വേണ്ട, 2024 പ്രതികാര ബുദ്ധിയോടുകൂടി ഇന്ത്യയുടെ ഫെഡറലിസത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കേന്ദ്ര സർക്കാരിനെ ജനങ്ങൾ ഭരണത്തിൽ നിന്ന് മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒപ്പം അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത് പോലെ മുമ്പത്തേക്കാൾ 2019 അപേക്ഷിച്ച് കോൺഗ്രസ് വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണെന്ന് അവകാശപ്പെടുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കർണാടക ഇലക്ഷൻ വിജയം നൽകിയ ഊർജം വളരെയധികം വലുതാണ്. പക്ഷേ വലിയ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ, മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയില്ലേ, അതായത് ഈ പാർട്ടി മിഷണറി അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോൾ BJPക്കെതിരെ ഉയർത്തുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം അത് കൃത്യമായി അതിന്റെ ഗ്രാസ് റൂട്ടിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പാർട്ടി മിഷണറി, അത് കോൺഗ്രസ് പാർട്ടി ആയിക്കോട്ടെ ഇന്ത്യ മുന്നണി ആയിക്കോട്ടെ, അതിന്റെ ഒരു ദുർബലത കോൺഗ്രസിന് വളരെയധികം ഒരു വെല്ലുവിളിയിൽ. ഒപ്പം തന്നെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നേരിടുന്ന ചില പടലപ്പിണക്കങ്ങളും കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കുവാനുള്ള ഒരു സാധ്യതയില്ല. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കും കോൺഗ്രസിന് ഈ ഒരു നിർണായക ഘട്ടത്തിൽ? ഇതിനകത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെയും BJPയുടെ സംഘടനാ സംവിധാനത്തെയും ഒരേ കണ്ണിലൂടെ കാണുന്നതിന്റെ പ്രശ്നമാണ്. അതായത് BJPക്കകത്ത് അമിത്ഷായും മോദിയും കണ്ണുരുട്ടി കഴിഞ്ഞാൽ പ്രതികരിക്കാത്തൊരു സംഘടനാ സംവിധാനമാണെങ്കിൽ കോൺഗ്രസിനകത്ത് അങ്ങനെയല്ല. കൃത്യമായി പ്രതികരിക്കുവാനും സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള ഒരു ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലാണ് തങ്ങളുടെ അവകാശം, അതായത് തങ്ങൾക്ക് ലഭിക്കണമെന്ന് തോന്നുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി
അവർ കൃത്യമായി അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇപ്പോ രാജസ്ഥാനിൽ തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ രാജസ്ഥാനിൽ സംഘടനാ സംവിധാനം ഇല്ലാത്ത സ്റ്റേറ്റ് ഒന്നല്ല. ഇപ്പോ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. അവിടെ കൃത്യമായ സംഘടനാ സംവിധാനമുള്ളതും അടുത്ത തവണയും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും രാജസ്ഥാനിൽ കോൺഗ്രസ് തന്നെ ഭരണത്തിൽ വരും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ രാജസ്ഥാനിലായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ സൂചിപ്പിച്ച് സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അല്ല ഉണ്ടായിരുന്നു. അപ്പോ അതെല്ലാം ചർച്ചയിലൂടെ പരിഹരിച്ചു. ഇപ്പൊ സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും ഒരുമിച്ച് ഇലക്ഷൻ പ്രചരണത്തിലും അതിന് സീറ്റ് വിഭജന ചർച്ചകളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെയാണ് കോൺഗ്രസ് ആ പ്രശ്നം പരിഹരിച്ചത്. ഇപ്പൊ ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗലിന് മുഖ്യമന്ത്രിയാണെന്നതിനേക്കാൾ ഉപരിയായി മറ്റു പലർക്കും സ്വാഭാവികമായിട്ടും ഈ ജനാധിപത്യ പോരാട്ടത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇലക്ഷന്റെ ഭാഗമായി അതിൽ കൃത്യമായ റോൾ നിർവഹിക്കാനുണ്ടെന്ന തിരിച്ചറിവിൽ തന്നെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിച്ച് അവിടെ ഭൂപേഷ് ബാഗലിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഛത്തീസ്ഗഡിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഛത്തീസ്ഗഡിലും വീണ്ടും കോൺഗ്രസ് ഭരണം വരും. രാജസ്ഥാനിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇപ്പൊ അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് സച്ചിൻ പൈലറ്റും കൂടി നേതൃത്വം നൽകിക്കൊണ്ടാണ് അവിടെ ഇലക്ഷനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സംഘടനാപരമായി ചില കുറവുള്ള സ്ഥലത്ത് സ്വാഭാവികമായി ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടാണ് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കാൻ കോൺഗ്രസ് ആയാലും മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും അത്തരം സ്ഥലങ്ങളിലേക്ക് ഇത്തരം വിഷയങ്ങളെ കൃത്യമായി എത്തിക്കാനുള്ള ഒരു പദ്ധതി കൂടി ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി സ്വാഭാവികമായിട്ടുണ്ടാകും. ശ്രീ ജോർജ് കള്ളിവേലിൽ, അങ്ങ് ഈ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന വ്യക്തിയാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു പൾസ് അങ്ങേക്ക് അറിയാം. നമ്മൾ ഇരു പാർട്ടികളുടെയും അവകാശവാദങ്ങൾ ഈ ഒരു ആദ്യഘട്ടത്തിൽ ശ്രവിച്ചു. എന്റെ ഒരു ചോദ്യം ഇതാണ്: ഈ 2024 ഇലക്ഷനിൽ വികസനമായിരിക്കുമോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആയിരിക്കുമോ ചർച്ച ചെയ്യപ്പെടുക? നമുക്കറിയാം, ഈ ഇലക്ഷന്റെ ആദ്യ ഒരു ഘട്ടം പോലും എത്തിയിട്ടില്ല. അതിന്റെ ഒരു അലയൊലികൾ കേൾക്കുന്ന ഒരു അവസരത്തിൽ പോലും നമുക്കറിയാം ബീഹാറിൽ നിന്നും ചില വാർത്തകൾ കേൾക്കുന്നു. ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതോടുകൂടി അതുമായി ബന്ധപ്പെട്ട് പഴയൊരു മണ്ഡൽ പൊളിറ്റിക്സിലേക്ക് പോകുവാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നൊരു ആരോപണം BJP ഉന്നയിക്കുന്നു. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തെലങ്കാനയിൽ അവിടുത്തെ ഒരു ഇലക്ഷൻ പ്രചരണവുമായി നടത്തിയ ചില പ്രസംഗങ്ങളെയൊക്കെ പരാമർശങ്ങൾ വളരെയധികം ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ വരുന്ന ഇലക്ഷനിൽ വികസനമായിരിക്കുമോ അല്ലെങ്കിൽ ഈ വർഗീയ അല്ലെങ്കിൽ ജാതീയ വിഷയങ്ങളായിരിക്കുമോ കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുക? ഏതായിരിക്കും ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കുക? ശ്രീ ജോർജ് കള്ളിവേലിൽ. വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പോ ഇതെല്ലാം ആദ്യമേ ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടക്കാൻ പോകുന്ന സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന 5 സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അതിനെക്കുറിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ മുഴുവൻ ദിവസ സമ്മേളനം ചേരുകയാണ്. ഡൽഹിയിൽ ചേരുന്ന ഈ സമ്മേളനത്തിൽ മിക്കവാറും ഏതാനും ദിവസങ്ങൾക്കകം ഇതിനുള്ള ഒരുക്കങ്ങൾ തീരുമാനിക്കാനും തീയതി തീരുമാനിക്കുന്നതിനും വേണ്ടി തന്നെയാണ് നാളെ തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷന്റെ യോഗം. രാജീവ് കുമാറാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ഒരു രാജീവ് കുമാറും പിന്നെ ആൾക്കാരെ കേട്ടിട്ട് പോലുമില്ല, പലരും കേട്ടിട്ട് പോലുമില്ലാത്ത അനൂപ് ചന്ദ്ര പാണ്ഡെയും അരുൺ ഗോയലും ഒക്കെയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷണർമാര്. ഇവര് നാളെ യോഗം ചേർന്ന് നമുക്കറിയാവുന്നതുപോലെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും തെലങ്കാനയിലും മിസോറാമിലും തെരഞ്ഞെടുപ്പിന് തീയതികൾ പ്രഖ്യാപിക്കുന്നതോടെ ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. തീർച്ചയായിട്ടും ഓരോ തെരഞ്ഞെടുപ്പിലും വികസനത്തിന്റെ കാര്യമൊക്കെ ഒരു വഴി കൂടെ പറയുമെങ്കിലും കാര്യത്തോടെടുക്കുമ്പം ഹിന്ദുത്വത്തെ അവഹേളിച്ചു, അല്ലെങ്കിൽ രാമക്ഷേത്രം പണിതു, അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു, അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ചും മുസ്ലിം ക്രിസ്ത്യൻ വർഗീയതയെക്കുറിച്ച് അല്ലെ അവർക്കെതിരെയും ഒക്കെ സംസാരിച്ചുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും NDA തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് BJP പോവുക. എല്ലാ തെരഞ്ഞെടുപ്പിലും നമുക്കറിയാം, കർണാടകയിൽ നമ്മൾ കണ്ടു, ഹിമാചൽ പ്രദേശ് നമ്മൾ കണ്ടു, ഈ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ പഞ്ചാബിൽ അതൊക്കെ തന്നെയായിരുന്നു. പഞ്ചാബിൽ BJPക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നില്ല, എന്നിട്ട് പോലും അങ്ങനെയൊക്കെ തന്നെയാണ് നടന്നത്. പക്ഷേ ഇതെല്ലാം ഒരു വഴി കൂടെ നടക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പില് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ അവര് തീർച്ചയായിട്ടും ഈ മുന്നക്കടെ തെരഞ്ഞെടുപ്പിന്റെ ഒരു മാർഗം മുന്നിലെടുക്കുമ്പോൾ പോലും അതിനപ്പുറത്ത് കിടന്നുള്ള ഒരു വഴിയിലൂടെ ആയിരിക്കും തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ ശ്രമിക്കുക. അതാണ് അപകടകരമായ ഒരു സിറ്റുവേഷൻ. അതിനെ ചെറുക്കാൻ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ നമ്മുടെ BJPയുടെ പ്രതിനിധി വളരെ കാര്യമായിട്ട് ഇവിടെ അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന്റെ കേന്ദ്ര നേതൃത്വത്തിന് അങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതായത് BJP ഇത്തവണ വളരെ ഈസി ആയിട്ട് അങ്ങ് ജയിക്കും എന്ന്. എന്നാൽ യഥാർത്ഥ ചിത്രം BJPയുടെ നേതൃത്വം തന്നെ പറയുന്നത്
UP-യിലും ഗുജറാത്തിലും അവര് നിലനിർത്തിയേക്കാം. ഇപ്പോൾ അത് UP-യിൽ ഒരു 4-5 സീറ്റ് കുറയാനുള്ള സാധ്യത BJP നേതൃത്വം തള്ളിക്കളയുന്നില്ല. ദക്ഷിണേന്ത്യയില് നമുക്കറിയാം, കർണാടകയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് 1 സീറ്റാണ് കിട്ടിയത്. ഇത്തവണ ദക്ഷിണേന്ത്യയെ BJPക്ക് ഏതാണ്ട് ബാലികേറ മലയാണ്. ഒരു സംസ്ഥാനത്ത് പോലും BJPക്ക് കാര്യമായൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല. നമുക്കറിയാം, സഖ്യകക്ഷികളൊക്കെ വിട്ടുപോയി. JDU വിട്ടുപോയി, അകാലിദൾ വിട്ടുപോയി, അവസാനം ഇപ്പൊ അണ്ണാഡിഎംകെ വിട്ടുപോയി, ചെറുകിട പാർട്ടികൾ, ഇന്നും ഒരു ചെറിയ പാർട്ടി വിട്ടുപോയി. കർണാടകയിലെ പക്ഷേ അപ്പോ JDS ജോയിൻ ചെയ്തു, പുതിയൊരു JDSന്റെ ഒരു ഭാഗം. ഒരു ഭാഗം. JDSലെ തന്നെ കുമാരസ്വാമി മാത്രമേ ഉള്ളൂ. Yes. കുമാരസ്വാമിയും തന്നെ അങ്ങേയറ്റം വീക്കാണ്. ദേവഗൌഡയെ കൂടെ നിർത്തുന്നു. പക്ഷെ ആ പാർട്ടി തന്നെ അതൊരു പാർട്ടിയായിട്ട് കർണാടകയിലെ ഏതാനും സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലുള്ള JDS ഉൾപ്പെടെ മാറാൻ പോകുന്നു. അപ്പൊ JDS എന്ന് പറയുന്നത് തന്നെ കർണാടകയിലെ ഒരു പോക്കറ്റിലുള്ള പാർട്ടിയായി മാറിയായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത്, ശിവസേനയുടെ ഒരു തുണ്ടുണ്ട്, NCPയുടെ ഒരു തുണ്ടും കൂടെയുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും മഹാരാഷ്ട്രയിൽ പോലും BJP ഈ മുന്നണി, ശിവസേനയുടെ ഒരു ഭാഗവും NCPയുടെ അജിത് പവാർ പക്ഷവും ചേരുന്ന ഈ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് മുന്നണി പോലും വിശ്വസിക്കുന്നു. അപ്പോ മറ്റു നമുക്കറിയാം, പശ്ചിമ ബംഗാളിലായിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ, പ്രധാനപ്പെട്ട കൂടുതൽ സീറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും, ഇപ്പൊ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് എല്ലാം കൂടെ കൂട്ടിയാലും കേരളത്തിന്റെ ഒക്കെ അടുത്ത് എത്തുകയുള്ളൂ. കേരളത്തിൽ നമുക്കറിയാം, LDF ആയാലും UDF ആയാലും അതെല്ലാം BJP വിരുദ്ധ മുന്നണിയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന പ്രധാന കാര്യങ്ങൾ, അതായത് ജനങ്ങള് ഈ വികസനങ്ങൾ കൊണ്ട് അങ്ങോട്ട് ജനങ്ങൾ അത് അനുഭവിക്കുക എന്ന് പറയുന്നത്. ശരിക്കും ജനങ്ങള് ഇവിടെ വിലക്കയറ്റത്തിലാണ് അനുഭവിക്കുന്നത്. ഇവിടെ പയറിനും പരിപ്പിനും ഒക്കെ 200 രൂപ കടന്നിരിക്കുന്നു. 80 രൂപയായപ്പോൾ സമരം ചെയ്തവരാണിത്. നമുക്കറിയാം, ഇന്നലെ 100 രൂപയുടെ സബ്സിഡിയാണ് പാചകവാതക സിലിണ്ടറിന് അഡീഷണൽ ആയിട്ട് ഏറ്റവും പാവപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളെന്ന് പറയുക. സാധാരണക്കാരായ വീട്ടമ്മമാർക്കും മുഴുവൻ ആളുകൾക്കും ഈ വലിയ തുക കൊടുത്ത് മേടിക്കേണ്ടി വരികയാണ്. നമുക്കറിയാം, റഷ്യയിൽ നിന്ന് ഇത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ, അനേക മാസങ്ങൾ എണ്ണവില ആഗോള വിപണിയിൽ കാര്യമായി താഴോട്ട് വന്നിരുന്നു. അപ്പോഴൊക്കെ നമ്മുടെ വില കുറച്ചില്ല. ഇവിടെ എണ്ണ കമ്പനികളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നതെന്ന് കുറെ കാലം നമ്മളെ പറഞ്ഞു വെച്ചിച്ചു. ഇപ്പൊ മനസ്സിലായി, എണ്ണ കമ്പനികൾ ഇത് ഡെയിലി അല്ല തീരുമാനിക്കുന്നത്, ഇതെല്ലാം സർക്കാർ പറയുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ പോലെ, സുശീൽ പറഞ്ഞതുപോലെ, ഈ EDയെയും CBIയുടെയും ദുരുപയോഗം അതൊരു മേജർ പ്രശ്നം തന്നെയാണ്. കാരണം ഇവിടെ അഴിമതി നടക്കുന്നത് ഭരണത്തിലിരിക്കുന്നവർക്കെതിരെയാണ് സാധാരണ ED കേസെടുക്കുന്നതും അഴിമതി നടത്തുന്നതും. ഇവിടെ കൂടുതൽ കേസുകളും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കെതിരെയാണ്. 95% കേസുകൾ എന്നാണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന ഹർജിയിലുള്ളത്. അതായത് ED എടുത്തിരിക്കുന്ന, CBI എടുത്തിരിക്കുന്ന കേസുകളുടെ 95% പ്രതിപക്ഷത്ത് മാത്രമേ അഴിമതിയുള്ളെന്ന് പറഞ്ഞു വരുത്തിയാൽ ഇതൊന്നും ആരും വിശ്വസിക്കില്ല. ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. വിലക്കയറ്റമായിരിക്കാം ഒരുപക്ഷെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കാർഷിക പ്രതിസന്ധി, ഈ 3 പ്രശ്നങ്ങളായിരിക്കാം ഇത്തവണ മോഡി എന്ന് പറയുന്ന, മോഡിയെ മാത്രം ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. മോഡിയും അമിത്ഷായും ഇല്ലെങ്കിൽ പാർട്ടിയിൽ ഇപ്പോൾ BJP എന്ന് പറയുന്നത് RSSന്റെ സംഘബലമുണ്ട്. ഈ സംഘബലം ഏറ്റവും ശക്തമായ മധ്യപ്രദേശിൽ അവർ തോറ്റിട്ടുണ്ട്, കർണാടകയിൽ ഇപ്പൊ തോറ്റിട്ടുണ്ട്. കേരളത്തിൽ സംഘബലം ഏറ്റവും ശക്തമായ ഒരു സംസ്ഥാനമാണ്. RSSന് ഏറ്റവും കൂടുതൽ ശക്തമായ സാന്നിധ്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ കേരളത്തിൽ നമുക്കറിയാം, O രാജഗോപാലിന് ശേഷം ഒരു സീറ്റ് പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒട്ടും ശോഭനമല്ല BJPയുടെ സ്ഥിതി എന്ന കാര്യം BJP നേതൃത്വത്തിന് ബോധ്യമുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഉണ്ടായിരിക്കുന്ന ഇന്ത്യ സഖ്യം, അവിടെ ഒരു കാലത്തും ഇല്ലാത്ത ഒരു ഐക്യവും യോജിപ്പും ഉണ്ടായിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയത് ആ ഒരൊറ്റ സംഭവത്തിലൂടെ മനസ്സിലായി. ഇനി ആർക്കെതിരെയും എന്തും ചെയ്യും. ഇപ്പൊ നമുക്കറിയാം, കൂടുതൽ നടപടികൾ വരുന്നുണ്ട്. ഇന്നും അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ന്യായങ്ങൾ പറയാം. ഒരു ചൈനയുടെ പേര് പറഞ്ഞ്, ചൈനയുടെ ഫണ്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ എഡിറ്ററെയും അതിന്റെ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യുകയും റെയ്ഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. 2021 2 വർഷം മുമ്പ് ഇതേ ആളുകളെ ഇതേ ഓഫീസുകൾ റെയ്ഡ് ചെയ്തതാണ്. ഒരു തെളിവും കിട്ടാതെ ആ കേസ് അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിലെ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നതിന് മറുപടിയില്ല. ഈ ചൈനീസ് കമ്പനികൾ, 5 ചൈനീസ് കമ്പനികൾ കോടിക്കണക്കിന് രൂപയാണ് PM കെയേഴ്സ് ഫണ്ട്, PMന്റെ നാഷണൽ ഡിസാസ്റ്റർ ഫണ്ടിലേക്കല്ല, ഇത് ഓഡിറ്റ് പോലുമില്ല, കെയേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ടാക്കുകയും ആ ഫണ്ടിലേക്ക് ചൈനീസ് കമ്പനികൾ നേരിട്ടാണ് പണം മുടക്കിയിരിക്കുന്നത്. മറ്റേ അമേരിക്കക്കാരനായ ഒരു വ്യവസായി വഴിയാണ് ചൈന പണം മുടക്കിയതെന്ന് ആരോപിക്കുന്നത് പരോക്ഷമായിട്ടാണ്. അത് തന്നെ ഇവർ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നതിന് ഒരു തെളിവും ഇനിയും ഹാജരാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവരാരെങ്കിലും ഇന്ത്യ വിരുദ്ധരാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അവിടെ 40 ലക്ഷം രൂപയാണ് ടീസ്ത സദൽവാദിന്റെ
അക്കൗണ്ട്, അവരുടെ NGOയുടെ അക്കൗണ്ടിലേക്ക് പോയി എന്ന് പറയുന്നത്. ഈ 40 ലക്ഷം രൂപ എന്ന് പറയുന്നത് കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ മാസം 1.5 ലക്ഷം രൂപ പോലും വരികയില്ല. അപ്പോ ശ്രീ ജോർജ് കള്ളുവല്ലി, അതൊക്കെ പറഞ്ഞാലും പലപ്പോഴും ഈ ലോക്സഭാ ഇലക്ഷനിൽ BJP അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു കാണിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അത് ഒരു പരിധി വരെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അതായത് കേന്ദ്രം ഭരിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ്, വളരെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ്. അത് ഒരു പരിധിവരെ അത് കൃത്യമായി ജനങ്ങളിലേക്ക് അതിന്റെ ഒരു ആശയം എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ BJP വളരെയധികം വലിയൊരു വിജയം കൈവരിച്ചു. പ്രത്യേകിച്ച് ശക്തമായ തീവ്രവാദികൾക്കെതിരെ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ സാധിച്ചു എന്ന അവകാശവാദം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചില വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ ഹൈവേ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില വികസന പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. മറുസൈഡിൽ ഈ പ്രതിപക്ഷത്തിന്റെ ഒരു ദുർബലത, അത് 2019 നാം കണ്ടതാണ്, 2024 കുറെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രതിപക്ഷം തന്നെ അവകാശപ്പെടുന്നു. ഈ BJPയുടെ ഭരണ വീഴ്ചയേക്കാൾ ഈ BJPയെ അധികാരത്തിൽ എത്തിക്കുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ ഒരു ദുർബലത തന്നെയല്ലേ എന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലേ ശ്രീ ജോർജ് കള്ളുവല്ലി? തീർച്ചയായിട്ടും ജോജി പറഞ്ഞ ആ കാര്യത്തിലേക്ക് ഞാൻ വരുന്നു. ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വരാം. അതായത് രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യ ഏറ്റവും അധികം വീഴ്ച ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ചൈനയുടെ കടന്നാക്രമണം. അത് ലഡാക്കിൽ മാത്രമല്ല, ഗൽവാൻ വാലി മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ ചൈനീസ് അതിർത്തി ഒരു കാലത്തും ഇല്ലാത്തതുപോലെ കടന്നുകയറ്റങ്ങൾ നടന്നിരിക്കുകയാണ്. അതിനെ ചെറുക്കാനോ അതിനെതിരെ ഇപ്പം ചൈന ഹാങ്ജോയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിലേക്ക് അരുണാചൽ പ്രദേശിൽ നിന്നുള്ള 3 താരങ്ങൾക്ക്, ഇന്ത്യൻ താരങ്ങൾക്ക് വിസ അനുവദിച്ച് അവിടെ എത്തിക്കാതിരുന്നതിന് നമുക്ക് പ്രതിഷേധിക്കാൻ പോലും കാര്യമായിട്ട് കഴിഞ്ഞിട്ടില്ല. അതായത് ഇതൊക്കെതിരെ ഒരു നടപടിയില്ല, മന്ത്രി പോയില്ല. അതാണ് ആകെയുള്ള പ്രതിഷേധം. നമുക്കറിയാം, അതിനിടയ്ക്ക് നമുക്കറിയാം പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം അങ്ങേയറ്റം വഷളായി. ഇപ്പോൾ മാൽദീവ്സിലുള്ള ഇന്ത്യൻ സേനയെ അവിടുന്ന് പുറത്താക്കുമെന്ന് നിയുക്ത പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതായത് ഇന്ത്യക്ക് പലതരത്തിലുള്ള ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പൊ കാനഡ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ, അതൊരു വഴി കൂടെ കിടക്കുന്നു. അതിലൊക്കെ ഞാൻ കാനഡയ്ക്കെതിരാണ്. കാനഡയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇന്ത്യയുടെ നിലപാട് 100% ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ. അപ്പോ പക്ഷെ ഇന്ത്യക്കകത്ത് ഈ പ്രശ്നങ്ങൾ അവിടെ രൂക്ഷമായി നിൽക്കുകയാണ്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് ആരെങ്കിലും കരുതിയ 2 തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. ഇന്ത്യയിൽ ഒരേ ഒരു പ്രധാനമന്ത്രിയെ 3 തവണ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അത് ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു മാത്രമാണ്. അദ്ദേഹം ഒഴികെ പിന്നീട് ഒരാൾ പോലും 2 തവണയിൽ കൂടുതൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ല. നമുക്കറിയാം 2004 ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റ് വലിയ പ്രചാരണമൊക്കെ നടത്തിയ ശേഷം അധികാരത്തിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ അവർ തോക്കുക ചെയ്തത്. അത് കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ 2009 തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോൺഗ്രസോ UPAയോ ഒറ്റയ്ക്ക് അവർ അധികാരത്തിലേക്ക് വീണ്ടും വരുമെന്ന് അവർ പോലും ഒരുപക്ഷെ കരുതിയിരുന്നില്ല. പക്ഷെ ഇന്ത്യൻ ജനത അവിടെ ഒരു അത്ഭുതം കാണിച്ചു. 2014-ലും 2019-ലും അത്ഭുതം കാണിച്ച അതേ ജനങ്ങള് ഇത്തവണ അതേപോലെയുള്ള അത്ഭുതങ്ങൾ തുടരണമെന്നില്ല, വെറ്റൊരു അത്ഭുതമാകാം കൊണ്ടുവരുന്നത്. അതാണ് കർണാടകയിലും ഹിമാചൽ പ്രദേശിലും. ഇതൊക്കെ വലിയ ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന കാര്യത്തില് ഇവിടെ ഒരു നിരീക്ഷകരായിട്ടുള്ളവര് കാണുന്നത് അങ്ങനെ. ഓക്കെ, വളരെ വ്യക്തമാണ്. ശ്രീ ഡോക്ടർ ചാക്കോ കാളാമർബിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു സിനാരിയോയിലേക്ക് നാം വരുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ, വിവിധങ്ങളായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നേരിടുന്നുണ്ട് കേരളത്തിൽ. പ്രത്യേകിച്ച് കേരളം മാറി മാറി ഭരിക്കുന്ന ഭരണ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു അവഗണന പല ഘട്ടങ്ങളിലും ക്രൈസ്തവർക്ക് നേരിടേണ്ടി വന്നതായി പറയുന്നുണ്ട്. അത് യാഥാർത്ഥ്യവുമാണ്. പക്ഷേ മറുസൈഡിൽ ഈ കേരളത്തിന് പുറത്തേക്ക് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്കെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ മധ്യപ്രദേശ് ആയിക്കോട്ടെ, UP ആയിക്കോട്ടെ, പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ കേരളത്തിലെ ഒരു ക്രൈസ്തവർ ഒരു ആശയക്കുഴപ്പത്തിലാകാനുള്ള വലിയ രീതിയിലുള്ള ഒരു സാധ്യതയില്ല. ഇപ്പൊ കേരളത്തിന്റെ സിനാരി വെച്ച് നോക്കുമ്പോൾ 2 ഭരണ കക്ഷികളുടെ ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള അവഗണനകൾ വരുന്നു. കേരളത്തിന് പുറത്തെ ഒരു സിറ്റുവേഷൻ, പ്രത്യേകിച്ച് മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങളിലെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അവിടെയും വലിയ രീതിയിലുള്ള ചില തിരിച്ചടികൾ ആ ഭാഗങ്ങളിലെ ക്രൈസ്തവർക്കും ക്രൈസ്തവ സഭകൾക്കും നേരിടേണ്ടി വരുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം ഈ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തെ ഈ ലോക്സഭാ ഇലക്ഷൻ അടുത്തു വരുന്ന നാളുകളിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ ഡോക്ടർ ചാക്കോ കാളാമർബിൽ?
നമ്മളുടെ ആ ഒരു വിഷയത്തേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ഇവിടെ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലെ ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു ശ്രേഷ്ഠതയുണ്ട്. ആര് നന്നായി ഭരിക്കുന്നോ തീർച്ചയായിട്ടും അവരെ ജനം ഭരണമേൽപ്പിക്കും. ആരുടെ ഭരണം മോശമാണോ അവരെ ജനങ്ങൾ, നമ്മൾ വിദ്യാഭ്യാസമില്ലെന്നോ വിവേകമില്ലെന്നൊക്കെ പറയുന്ന സമൂഹമായിരിക്കാം, പക്ഷെ അവരെടുത്ത് ദൂരെ കളയും. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മിസസ് ഗാന്ധിയുടെ ഭരണം നമുക്കറിയാം. ഏകദേശം 20% പാർലമെന്റ് മന്ദിരങ്ങളുള്ള UP അവരെ പാടെ തള്ളിക്കളഞ്ഞു. ഇന്ത്യ ഇന്ദിര, ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നുള്ളൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്ന കാലത്ത് നിന്നാണ് അവസ്ഥയിലെത്തിയത്. ഭരണം, വികസനം, ജനക്ഷേമം, ഈ വാക്കുകളൊക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അത് കേവലം രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു ശ്രേഷ്ഠത തന്നെയാണ്. വെറും കേവലം അന്ധമായ രാഷ്ട്രീയമല്ല. ഇപ്പൊ കേരളത്തിലേക്ക് വരുന്നു. ഇവിടെ കോൺഗ്രസ് പ്രതിനിധിയും അതുപോലെ തന്നെ ജോർജ് മാഷും സൂചിപ്പിച്ച കാര്യം ഞാൻ എടുത്തു കാണിക്കുകയാണ്. കേരളത്തിലെ വികസന മുരടിപ്പിന് കാരണം ഇപ്പോഴത്തെ കേന്ദ്ര ഭരണമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്ധമായ രാഷ്ട്രീയമാണ് പറയുന്നത്. അങ്ങനെ ആയിരിക്കരുത്. അന്ധമായ രാഷ്ട്രീയ വിരോധമാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 70 വർഷക്കാലം ഭരിച്ചത് ഇടത് മുന്നണികളാണ്. BJP ഭരണത്തിൽ കൂടി 7 കൊല്ലമേ ഉള്ളൂ. അപ്പൊ അതിനുള്ളിൽ കേരളത്തിന്റെ വികസനത്തിന്റെ കാരണം BJP ആണെന്ന് ആരോപിച്ചുകൊണ്ട് ഇവിടുത്തെ വികസന മുരടിപ്പിന് ഇവിടെ ഉണ്ടായിരുന്ന ചെറുകിട നാമമാത്ര വ്യവസായങ്ങളെ വരെ കൊട്ടിയടിപ്പിച്ച് ഇപ്പൊ സാബുവിന്റെ അടക്കമുള്ള വ്യവസായങ്ങൾ പുറത്തുപോയി മാന്യമായി വ്യവസായം നടത്തുകയാണ്. കേരളത്തിലെ അന്തരീക്ഷം പോലും സൃഷ്ടിച്ചിട്ടില്ല. എന്നിട്ട് അതെല്ലാം എവിടെയെങ്കിലും ചാരിയാൽ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? ആ രീതിയിലുള്ള അന്ധമായിട്ടുള്ള രാഷ്ട്രീയ വിരോധങ്ങളല്ല, മറിച്ച് നമ്മുടെ ചർച്ചയുടെ ഭാഗമാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വികസനം, അതെവിടെ കേരളത്തിലാണെങ്കിലും വികസനം, തൊഴിൽ സാധ്യതകള്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങള്, അവർക്ക് അന്നു വേണ്ടുന്ന ആഹാരങ്ങൾ, ഇതൊക്കെ കിട്ടുക. അല്ലെങ്കിൽ ഒരു ദിവസത്തെ കിറ്റ് കിട്ടിയ 10 ദിവസം പട്ടിണി കിടന്നാലൊന്നും ജനങ്ങൾ അതൊന്നും ഐഡന്റിഫൈ ചെയ്യില്ല. തൽക്കാലത്തേക്ക് കണ്ണിൽ പൊടി അല്ലെങ്കിൽ അതിലുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാം. അത് സ്ഥായിയായി നിലനിൽക്കില്ല. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണെങ്കിലും കേരളം ഭരിക്കുന്ന സർക്കാരാണെങ്കിലും ജനങ്ങളുടെ ക്ഷേമത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ ജനങ്ങൾ അവരെ അംഗീകരിക്കുള്ളൂ, അല്ലെങ്കിൽ എടുത്തു കളയും എന്നുള്ളത് വസ്തുതയാണ്. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് വരിക. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് താങ്കൾ ചോദിച്ച ചോദ്യം വളരെ റെലവന്റാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥകള് നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ച ചെയ്യുന്നതാണ്. കേന്ദ്രം നിയോഗിച്ച സച്ചാർ കമ്മിറ്റി ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് 6 ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിന്റെ ചൂട് പിടിച്ച് കേരളത്തിൽ പാർലമെന്റ് കമ്മിറ്റിയെ നിയമിച്ചു മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി. ഉടനെ തന്നെ ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച ഉടനെ നടപടികളുണ്ടായി. എന്നാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മൈനോറിറ്റിയാണ്, മൈനോറിറ്റിയാണ്. ആ സമൂഹത്തിന്റെ പ്രശ്നങ്ങളും വെല്ലുവിളികളും പഠിക്കുവാൻ ഒരു സമിതിയെ നിയമിക്കുവാൻ ഈ സച്ചാർ കമ്മിറ്റിക്ക് ശേഷം കേരളത്തിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ 10-14 വർഷമായിട്ട് ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ വലത് സംസ്ഥാന ഭരണാധികാരികൾക്ക് നമ്മൾ നിവേദനങ്ങൾ കൊടുക്കുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നു. കൃത്യമായ ഡാറ്റ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ അസസ് ചെയ്യുന്നു. ഈ സമൂഹത്തിൽ ഒരു ഇൻവിസിബിൾ പോവർട്ടി നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ പൊതുവെ നോക്കുമ്പോൾ ഇതെല്ലാം സുഗമമാണ്, സുഭിക്ഷമാണെന്ന് തോന്നും. പക്ഷെ ഇതിലെ ഒരു 60% ആളുകളും പ്രത്യക്ഷത്തിൽ ഇപ്പോഴത്തെ മാനദണ്ഡങ്ങൾ, BPL മാനദണ്ഡങ്ങൾ യഥാർത്ഥത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവര് ബിലോ പോവർട്ടി ലൈനിൽ വരേണ്ടവരാണ്. അവരൊരു അദൃശ്യ ദൃഷ്ടിഗോചരമല്ലാത്ത ദാരിദ്ര്യം നിലനിൽക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ഡാറ്റ വെച്ച് സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഒരു വിധത്തിലും അത് ഇപ്പം EWS സംവരണത്തിന്റെ പോളിസി മാറ്റേഴ്സിലായാലും സ്കോളർഷിപ്പ് കേസിലായാലും ന്യൂനപക്ഷ അവകാശങ്ങളായാലും ഈ മൈനോറിറ്റിയെ തമസ്കരിക്കുന്ന വിധത്തിലാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് 2021 JB കോശി കമ്മീഷനെ വെച്ചത്. അതിനു മുമ്പ് ഒരു കമ്മീഷനെ വെച്ചു ഇത് പഠിക്കാൻ വേണ്ടി. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഒരു കമ്മീഷൻ വെച്ചിട്ട് ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തു. ആ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല. കാരണം ആ മൈനോറിറ്റി വിഭാഗത്തിലെ 3 അംഗങ്ങളിൽ ഒരാള് ഈ മൈക്രോ മൈനോറിറ്റിയിലും മറ്റു 2 മാക്രോ മൈനോറിറ്റിയിലെയും ആളുകളായിരുന്നു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് വോട്ടിനിട്ടപ്പോ 2 പേരുള്ള മാക്രോ മൈനോറിറ്റിയിൽ നിന്ന് ഭൂരിപക്ഷം കിട്ടാത്ത റിപ്പോർട്ട് പോലും വെളിച്ചം കണ്ടില്ല. ക്രിസ്ത്യൻസിനെ കുറിച്ച് പഠിച്ച റിപ്പോർട്ടാണ് 2019. പിന്നെ 2021 ഇലക്ഷൻ എടുത്തപ്പോൾ ഉടനെ ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വെളിച്ചം കാരണം ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് നിലവിളിക്കാൻ തുടങ്ങിയിട്ട് അതിനെക്കുറിച്ച് ഒന്ന് പ്രതികരിക്കാൻ പോലും ഭരണ സംവിധാനം തയ്യാറാകുന്നില്ല. അപ്പൊ ആരെയാണ് സംരക്ഷിക്കുന്നത്? അപ്പൊ നമുക്കിവിടെ എവിടെയെങ്കിലും നോക്കി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഇങ്ങനെ ആകുമെന്ന് വ്യാഖ്യാനിക്കുന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് കഴിയണം
ഓരോ വിഭാഗത്തിന്റെയും നേരിടുന്ന പ്രതിസന്ധികളെ വെല്ലുവിളികളെ കൃത്യമായി പഠിച്ച് ആ റിപ്പോർട്ട് പുറത്തുവിട്ട് അവർക്ക് ആവശ്യമായ ജനക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യുക. കേരളത്തിന്റെ അവസ്ഥ എന്താണ്? അത് വ്യവസായ മേഖല എടുത്താലും വിദ്യാഭ്യാസ മേഖല എടുത്താലും സാമൂഹ്യ മേഖല എടുത്താലും കേരളത്തിന്റെ അവസ്ഥ എവിടെ ചെന്ന് നിൽക്കുന്നു? അതിന് ഉത്തരവാദിത്തം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാണ്. അതിനനുസരിച്ച് ജനങ്ങൾ ഓരോ സമയത്തും പ്രതികരിക്കേണ്ടി വരും. ഇവിടെ നിൽക്കുന്ന ഇടതിലോ വലതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ഈ വിഭാഗം ഒരു ഡെഫിനറ്റ് പെർസെന്റേജേ ഉള്ളൂ. ബാക്കി ഇതിന്റെ നിർണായക ഘടകമായി നിൽക്കുന്ന ഈ നിഷ്പക്ഷരായിട്ടുള്ള ഒരു സമൂഹമുണ്ട് നമ്മുടെ സമൂഹത്തില്. അവരാണ് ഇതിനെ മറിക്കുന്നത്. വിവേചനങ്ങൾ അവസാനിപ്പിക്കണം, ദർശനത്തിന് ശരിയായ കാഴ്ചപ്പാടുണ്ടാവണം, ശരിയായ ദർശനത്തിൽ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയണം. വികസനത്തിന്റെ മാനദണ്ഡമായിരിക്കേണ്ടത് അന്ധമായ രാഷ്ട്രീയമായിരിക്കരുത്, മറിച്ച് ആ രാജ്യത്തെയോ സംസ്ഥാനത്തിന്റെ വളർച്ചയായിരിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മളെപ്പോഴും ഇപ്പം ഹിന്ദുത്വം അല്ലെങ്കിൽ BJP കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ജാതി സെൻസസ് വരുന്നു ഒരു വഴിക്കൂടെ. ഹിന്ദുത്വത്തെ കൗണ്ടർ ചെയ്യാൻ മറ്റൊരു വിഭാഗം ജാതി സെൻസസുമായിട്ട് ഇറങ്ങിയാണ്. അത് വികസനത്തിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണോ? അത് കേവലം രാഷ്ട്രീയമാണ്. ആ തരത്തിലുള്ള രാഷ്ട്രീയങ്ങളല്ല വേണ്ടത്. അന്ധമായ രാഷ്ട്രീയത്തിലൂടെ ഇത്തരത്തിലുള്ള ചിന്താധാരകളെ വളർത്തിക്കൊണ്ടുവന്ന ജനങ്ങളെ പോളറൈസ് ചെയ്തിട്ട് അതിൽ നേട്ടം കൊയ്യുന്ന ഒരു രാഷ്ട്രീയ, മറിച്ച് ഞങ്ങൾ വന്നാൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യും, ഇവിടെ ഇന്നതൊക്കെ കുറവുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി ആവശ്യമുള്ളത് എന്ന് കൃത്യമായി അക്കമിട്ട് നിരത്തിക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ച് ഇലക്ഷനെ നേരിടാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ അത് യഥാർത്ഥ രാഷ്ട്രീയമാവും. മറ്റേന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ഇടതുകാലിലെ മന്തെടുത്ത് വലതുകാലിൽ വെക്കുന്നു, വലതുകാലം എടുത്ത് ഇടതുകാലിൽ വെക്കുന്നു, അല്ല അക്കരെ ചെന്നാൽ നിങ്ങൾക്ക് ധർമ്മം കിട്ടുമെന്ന് പറയുന്നു, സ്വർണം വിട്ടുന്നു കൊടുക്കാതിരിക്കുന്നു. ഇതൊന്നും രാഷ്ട്രീയമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കാലാനുസൃതമായി ഉയരാനും വളരാനും, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ ബോധവൽക്കരിക്കാനും, ജനങ്ങളുടെ ഒപ്പമാണ് അവരുന്ന ജനക്ഷേമത്തിലാണ് നിലകൊള്ളുന്നതെന്ന് പറയാനും സാധിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെതായ പോളിസികളുണ്ട്. ആ പോളിസികൾ ജനങ്ങൾക്ക് ക്ഷേമകരമല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ആ സർക്കാരിനെ മാറ്റും. ജനങ്ങൾക്ക് ക്ഷേമകരമാണ്, രാജ്യത്തിന്റെ വളർച്ചയാണ് അതിലൂടെ ലക്ഷ്യമിടുന്നതെങ്കിൽ ജനങ്ങൾ വീണ്ടും ആ സർക്കാരിനെ പുനഃസ്ഥാപിക്കും. അതിനെന്താ സംശയിക്കുന്നത്? അതല്ലാതെ കുറച്ചു പേരുടെ കണ്ണിലൊക്കെ കുറച്ച് പൊടിയിടാം. എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും വിചാരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ മഹാരാജ്യത്തിന്റെ, ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായി തീരേണ്ട ഈ മഹാരാജ്യത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിൽ ഭരണം കൊണ്ടുവരികയും സാധാരണക്കാരന്റെ നെരിപ്പോടുകളിൽ അവന് ആശ്രയം എത്തിക്കുകയും ചെയ്യുന്ന ഏത് സംവിധാനങ്ങൾ വന്നാലും അതിനെ ജനങ്ങൾ കൈയാളും, അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നമ്മുടെ ചർച്ചയുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അഡ്വക്കേറ്റ് ശ്രീ സൂര്യൻ, പ്രത്യേകിച്ച് BJP സംബന്ധിച്ചിടത്തോളം BJP ക്യാമ്പുകൾ അല്ലെങ്കിൽ മോദി സർക്കാർ ഉയർത്തി കാണിക്കുന്ന നിരവധി ഭരണ നേട്ടങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചില ഭരണ നേട്ടങ്ങൾ BJP സർക്കാർ ഉയർത്തി, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ്, പ്രത്യേകിച്ച് തീവ്രവാദത്തിനെതിരെ സ്വീകരിച്ച ശക്തമായിട്ടുള്ള നടപടി, പോപ്പുലർ ഫ്രണ്ടിനെതിരെ സ്വീകരിച്ച നിരോധന നടപടികൾ, ഒപ്പം ഈ റോഡ് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം ഈ അന്താരാഷ്ട്ര തലത്തിൽ ഈ G20 ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഉണ്ടായ ഒരു മികച്ച ഒരു പ്രതിച്ഛായ അത് BJP ക്യാമ്പുകൾ ഉയർത്തി കാണിക്കുന്നു. അപ്പോൾ ഉയർത്തി കാണിക്കാൻ പല വിഷയങ്ങളും ഉണ്ട്. പക്ഷേ പലപ്പോഴും BJPക്കെതിരെ ഉയർത്തുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം ഈ ഇലക്ഷൻ പ്രചാരണ കാലഘട്ടത്തിൽ ഒരു കമ്മ്യൂണൽ എലമെന്റ് ഇത്തരത്തിലുള്ള ഇലക്ഷൻ പ്രചരണത്തിൽ കൂട്ടിക്കലർത്തുന്നു. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നമുക്കറിയാം, കർണാടക ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ബജ്രംഗ് ദളിന്റെ ഒരു നിരോധനവുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ ഒരു പ്രസ്താവന പ്രധാനമന്ത്രി ഒരു ഇലക്ഷൻ റാലിയിൽ പറഞ്ഞത്, ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് ജയ് ബജ്രംഗ് ബലി അതൊരു മനസ്സിൽ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവന. അപ്പോൾ വികസന കാര്യങ്ങൾ ഉയർത്തി കാണിക്കാനുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കമ്മ്യൂണൽ തലത്തിലേക്ക് പലപ്പോഴും പല പ്രചരണങ്ങളും പോകുന്നത് എന്നൊരു ആക്ഷേപം ഒന്ന്. രണ്ടാമത്തെ ആക്ഷേപം ഈ ചർച്ചയിൽ പല പ്രതിനിധികൾ ഉയർത്തിക്കാട്ടിയ ഒരു ആശങ്കയാണ്, പ്രത്യേകിച്ച് ഈ ഭരണ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം. ഈ രണ്ട് ആക്ഷേപത്തിനും അങ്ങേക്കുള്ള മറുപടി അഡ്വക്കേറ്റ് ജയസൂര്യൻ. BJP എന്ന് പറയുന്നത് ഒരു ഹിന്ദു വർഗീയ സവർണ ഫാസിസ്റ്റ് ഭീകര സംഘടനയാണ് എന്ന് എല്ലാ BJP വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും കാലാകാലങ്ങളായിട്ട് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ പ്രചരണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് BJP അധികാരത്തിൽ വരുന്നത്. കാരണം അതിഭീകരമായ ഒരു സംഘടന എന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങളെ എല്ലാം പിടിച്ചു തിന്നും. എന്തായിരുന്നു ആദ്യത്തെ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, ആദ്യത്തെ ഇലക്ഷൻ കാലത്തൊക്കെ ഞാനും ഓർക്കുന്നുണ്ട്, BJP അധികാരത്തിൽ വന്നാൽ ക്രിസ്ത്യാനികളുടെ പള്ളിയെല്ലാം പൊളിച്ചു കളയും, BJP അധികാരത്തിൽ വന്നാൽ മോസ്കുകൾ മുഴുവൻ പൊളിച്ചു കളയും, എന്നിട്ട് എല്ലാവരെയും നിർബന്ധിത മതപരിവർത്തനം ചെയ്യിച്ച് ഹിന്ദുവാക്കും. അങ്ങനെ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കും. ഇതായിരുന്നു ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ശക്തമായിട്ടുള്ള പ്രചരണം.
ആ പ്രചരണത്തെ അതിജീവിക്കാൻ BJPക്ക് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഈ രീതിയിൽ അതിശക്തമായ പ്രചരണം അഴിച്ചുവിട്ടു. ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ പോകുന്നു. കഴിഞ്ഞ തവണ അവർക്ക് ഭരണം കിട്ടി. അടുത്ത തവണ ഏതായാലും ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മതന്യൂനപക്ഷങ്ങളെ എല്ലാം വിദേശങ്ങളിലേക്ക് അടിച്ചോടിക്കും. മുസ്ലിങ്ങളെ മുഴുവൻ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം ജയസൂര്യൻ. പ്രത്യേകിച്ച് ഇപ്പോൾ മണിപ്പൂർ നമുക്കറിയാം, നിരവധി ദേവാലയങ്ങൾ അവിടെ തകർന്നു കിടക്കുന്നുണ്ട്. ഇതുവരെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഇതുവരെ കേന്ദ്ര സർക്കാരിന് സാധിച്ചില്ല എന്നൊരു ആക്ഷേപം കൂടി ഒന്ന് പരിഗണിക്കേണ്ടിയിരിക്കുന്നു അഡ്വക്കേറ്റ് ജയസൂര്യൻ. അല്ല, തീർച്ചയായിട്ടും ഞാനത് പരിഗണിക്കും. ഞാൻ അങ്ങോട്ടാ വരുന്നത്. അങ്ങനെയുള്ള ഒരു ഭീകരത സൃഷ്ടിച്ചുകൊണ്ടാണ് ഇലക്ഷൻ കാലത്ത് BJPക്കെതിരെയുള്ള നീക്കം നടക്കുന്നത്. ആ നീക്കങ്ങളെയൊക്കെ BJPക്ക് അതിജീവിക്കാൻ സാധിച്ചു. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ മണിപ്പൂരിന്റെ വിഷയം എന്താണ് എന്നും മണിപ്പൂരിലും ആ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാം. അത് വർഗീയമാക്കി മാറ്റാൻ, അത് ക്രൈസ്തവ ഹൈന്ദവ സംഘർഷമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കേരളത്തിൽ വിജയിക്കും. കേരളത്തിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. മണിപ്പൂരിലെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന് അന്ന് സമ്മതിച്ചാൽ മതി. കാരണം നമുക്ക് കേരളത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഗോത്രം. ഇവിടെ രാഷ്ട്രീയം, ജാതി, മതം ഇത് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഗോത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മനസ്സിലാവില്ല. കാരണം കേരളത്തിൽ ഗോത്ര സംവിധാനം ഇല്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ ഇപ്പോ നടന്നിരിക്കുന്ന സംഘടനം രണ്ട് ഭാഗത്തും ഈ പറഞ്ഞ ഗുക്കികളും മെയ്ത്തികളും എന്നൊക്കെ പറഞ്ഞ രണ്ട് ഭാഗത്തും ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. അപ്പോൾ അത് ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കാം, അല്ലെങ്കിൽ കേരളത്തിൽ നന്നായിട്ട് വിറ്റുപോകുന്ന ഒരു പ്രചരണം എന്നതിലുപരി ഒരിടത്തും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ. ക്രൈസ്തവർക്ക് മഹാഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ പലതവണ തുടർച്ചയായിട്ട് BJP അധികാരത്തിൽ, അല്ലെങ്കിൽ BJPയുടെ സഖ്യകക്ഷികൾ അധികാരത്തിൽ വന്നു, മുന്നണി അധികാരത്തിൽ വന്നുവെങ്കിൽ അവിടുത്തെ ക്രൈസ്തവർ മുഴുവൻ ശുദ്ധ പൊട്ടന്മാരാണോ? അല്ലെങ്കിൽ ഗോവയില് നിർണായക ശക്തിയായിട്ടുള്ള ഗോവയില് ക്രൈസ്തവര് വളരെ ശക്തമാണ്. അവിടെ 2-3 തവണ BJP തുടർച്ചയായിട്ട് അധികാരത്തിൽ വരുമ്പോൾ ഗോവയിലെ ക്രൈസ്തവര് മുഴുവൻ മന്ദബുദ്ധികളാണോ? അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ അതുമാത്രമല്ല, മതന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്ന് പറയുമ്പോൾ ഇസ്ലാമില്ലേ? ബീഹാറില്, അതുപോലെ ഉത്തർപ്രദേശില്, അതുപോലെ ഗുജറാത്തില് എത്രയോ ഇടത്ത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 16 അസംബ്ലി മണ്ഡലങ്ങളിൽ BJPയുടെ താമര ചിഹ്നത്തിലെ ഹിന്ദു സ്ഥാനാർത്ഥികൾ ജയിച്ചു. അപ്പോൾ അവിടെ ആരാ വോട്ട് ചെയ്തത്? അത് UPയിലും അത് ഗുജറാത്തിലും നമ്മൾ കണ്ടു, അത് ബീഹാറിൽ നമ്മൾ കണ്ടു. അപ്പൊ ഉത്തരേന്ത്യയില് ഈ കേരളത്തിൽ പറയുന്നത് പോലെയുള്ള പച്ച വർഗീയതയും ജാതീയതയും ഒന്നും ഉത്തരേന്ത്യയിൽ വിലപ്പോവില്ല. കാരണം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്ന് ജാതി വികാരം ആളിക്കത്തിച്ചപ്പോൾ അതിനെ അതിജീവിക്കാൻ BJPക്ക് സാധിച്ച പാർട്ടിയാണ്. അപ്പോൾ എന്തെല്ലാം കൊണ്ടുവന്നാലും അതിനെ അതിജീവിക്കാൻ BJPക്ക് അറിയാം. മാത്രമല്ല, ഇപ്പോൾ ഈ ജാതി സെൻസസ് കൊണ്ടുവന്ന് BJPയെ തോപ്പിക്കാൻ ശ്രമിക്കുന്നത് ആര് തന്നെയാണെങ്കിലും അത് അവസാനം അവർക്ക് തന്നെ വിനയായിട്ട് വരും. അതെന്താണെന്നറിയാമോ? ഇപ്പൊ ജാതി സെൻസസിനെ അങ്ങോട്ട് അനുകൂലിക്കുകയാണെന്നിരിക്കട്ടെ. ഇപ്പൊ കേരളത്തിൽ വരുമ്പോ ഈ സച്ചാർ കമ്മിറ്റിക്ക് പുറമെ പാലൊളി കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് കേരളത്തിലെ ക്രൈസ്തവരെ മൊത്തം അങ്ങോട്ട് അവഗണിച്ച് തഴഞ്ഞു മാറ്റി നിർത്തിയിട്ട് മുസ്ലിങ്ങളെ എടുത്ത് മടിയിലോട്ട് വെച്ചിട്ട് അവർക്ക് പാലൊളി കമ്മിറ്റി റിപ്പോർട്ട് വെച്ചിട്ട് വലിയ ആനുകൂല്യങ്ങൾ കൊടുത്തു. ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് പാലൊളി കമ്മിറ്റിക്ക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുസ്ലിങ്ങളിൽ 28 ജാതിയുണ്ട്. ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പാലൊളി കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ആ 28 ജാതി തിരിച്ച് മുസ്ലിം സെൻസസ് നടത്തട്ടെ, ഇവിടെ നടത്തേണ്ടി വരികയല്ലേ ജാതി സെൻസസ് നടത്തിയാൽ? ക്രൈസ്തവരുടെ സെൻസസ് നടക്കുമ്പോൾ ജാതി സെൻസസ് വേണമെങ്കിൽ ക്രൈസ്തവ സഭയ്ക്കകത്തെ ക്രൈസ്തവ സമൂഹത്തിലെ ഓരോ സഭയുടെ, ഇപ്പൊ കത്തോലിക്കർ ഇത്ര, യാക്കോബായ ഇത്ര, ഓർത്തഡോക്സ് ഇത്ര, മലങ്കര ഇത്ര എന്ന് പറഞ്ഞ് നടത്തണ്ടേ? അങ്ങനെ നടത്തിയിട്ട് ഒരു സെൻസസ് നടത്താൻ പറ്റുമോ? അങ്ങനെ നടത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഫലത്തിൽ അത് ഇന്ത്യ വിഭജനത്തിലേക്കുള്ള ഒരു നീക്കമാണ് അവിടെ നടക്കുന്നത്. അതിനെ പിന്തുണയ്ക്കുന്നത് ആരു തന്നെയാണെങ്കിലും അവർക്ക് അതിശക്തമായ തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു നീക്കം വിജയിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പറഞ്ഞ എല്ലാ അസ്ത്രങ്ങളും പ്രതിപക്ഷം ഉപയോഗിച്ച് നോക്കി, എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ച് നോക്കി. വർഗീയത പറയുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ വർഗീയത എന്നുള്ളത് കേരളത്തിൽ മാത്രമല്ലല്ലോ, കേരളത്തിന് പുറത്തല്ലേ ഏറ്റവും കൂടുതൽ വർഗീയത കത്തേണ്ടത്. അവിടുത്തെ മുസ്ലിം സമൂഹവും ക്രൈസ്തവ സമൂഹവും BJPയോടൊപ്പം നിൽക്കുമ്പോൾ കേരളം രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്നതുകൊണ്ട് കേരളം എന്നും അതിനെതിരായിരിക്കും എന്നൊന്നും കരുതണ്ട. അതായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യ മുഴുവൻ ഇന്ദിരാഗാന്ധിയെ തള്ളിക്കളഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് വൻ ഭൂരിപക്ഷം കൊടുത്ത സ്ഥലമാണ് കേരളം. എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ജയിച്ച് പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞപ്പോ അത് അതേപടി വിശ്വസിച്ച് കോൺഗ്രസിന് വോട്ട് കുത്തിയ സ്ഥലമാണ് കേരളം. അതുകൊണ്ട് ഇത്തവണയും അങ്ങനെ കുത്തും എന്നൊന്നും കരുതണ്ട. ഏതായാലും ഇത്തവണ ഞങ്ങൾക്ക് കേരളത്തിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകും. കേരളത്തിൽ നിർണായകമായ പാർലമെന്റ് സീറ്റുകൾ BJP വിജയിക്കുക തന്നെ ചെയ്യും. അതിന് കാരണം
ഇവിടുത്തെ BJPയെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഭാഗ്യവശാൽ ഞങ്ങളുടെ ഒരു ഭാഗ്യത്തിന് ഇവിടുത്തെ LDFും UDFും അത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിലും അത് പറയുകയില്ല. അതുകൊണ്ട് മാധ്യമങ്ങളും LDFും UDFും പറഞ്ഞുകൊണ്ടിരിക്കും BJP പച്ച തൊടുകയല്ല, കേരളത്തിൽ കെട്ടിവെച്ച കാശ് കിട്ടുകയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെ പറയണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ BJP കേരളത്തിൽ ഇത്തവണ പാർലമെന്റിലേക്ക് നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാകും, പല പല സീറ്റുകളും ജയിക്കും. ഇത് തന്നെയായിരിക്കും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും വരാൻ പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മതന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകൾ ചെയ്യുകയും ഭാരതത്തെ ഒന്നായി കാണുകയും അതിനെ ഒരു തരത്തിലും വർഗീയമായോ ജാതീയമായോ വേർതിരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന വിശാലമായ കാഴ്ചപ്പാട് അധികാരം കിട്ടിയ സമയത്ത് വളരെ ഭംഗിയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ വിശാലമായ ദേശീയ താല്പര്യത്തോടു കൂടി ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയെ 2024 വൻ ഭൂരിപക്ഷത്തോടെ, ഇപ്പൊ നമ്മളെന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറ്റും, ഒരു സംശയവും ഇല്ല. മാത്രമല്ല ഈ ഇന്ത്യ മുന്നണി ഉണ്ടല്ലോ, ഈ ഇന്ത്യ മുന്നണി ഇലക്ഷന്റെ അടുത്ത് വരുംതോറും ലയിച്ച് ഈ NDAയിലേക്ക് ചേരും. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. ഇപ്പോ ഉള്ള ഈ മുന്നണി സംവിധാനം ഒന്നും അന്ന് കാണുകയില്ല. പണ്ടൊക്കെ വാജ്പേയി ഒക്കെ അധികാരത്തിൽ വരുന്ന കാലത്ത് പ്രതിപക്ഷ സഖ്യത്തിന്റെ ചെയർമാൻ ആയിരുന്ന ചന്ദ്രബാബു നായിഡുവാണ് ആദ്യം മറുകണ്ഠം ചാടി BJPയുടെ കൂടെ പോയത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആരൊക്കെയാ പോകാൻ, മിക്കവാറും ഏറ്റവും അവസാനം നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആയിരിക്കും. ഇപ്പൊ തൃണമൂലൊക്കെ വലിയ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കോൺഗ്രസ് ഒഴിച്ച് ബാക്കി ഏത് പാർട്ടിയും എപ്പോ പോയി NDA ചേർന്നെന്ന് ചോദിച്ചാൽ മതി. അതൊക്കെ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളാണ്. അത്രേ ഉള്ളൂ ഇന്ത്യ മുന്നണി. അങ്ങനെ ചില വാദഗതികൾ ഉന്നയിച്ചു. പക്ഷേ നമുക്കറിയാം കേരളം പോലുള്ള ഒരു സംസ്ഥാനം, ഈ പൊളിറ്റിക്കൽ ലിറ്ററസി വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത്, പക്ഷേ അങ്ങ് ചൂണ്ടിക്കാണിച്ച ചില വാദങ്ങൾ പരിഗണനയ്ക്ക് എടുക്കുകയാണെങ്കിൽ, പക്ഷെ എന്തുകൊണ്ടാണ് BJPക്ക് ഇതുവരെ ഒരു അക്കൗണ്ട് അവിടെ തുറക്കാൻ സാധിക്കാതെ പോകുന്നത്? ശ്രീ ജയസൂര്യൻ, ഞാനത് വളരെ വ്യക്തമായിട്ട് പറയാം. കേരളത്തിൽ രാഷ്ട്രീയമില്ല, മതം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഇപ്പൊ ക്രൈസ്തവ മതം, ഇസ്ലാമിക മതം, അത് കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് മതം. കമ്മ്യൂണിസ്റ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയുന്നതിനേക്കാൾ നല്ല അതൊരു മതമാണെന്ന് പറയുന്നതാണ്. അപ്പോ ഈ 3 മതസംഘടനകൾക്ക് സീറ്റ് വീതിച്ചു കൊടുക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണ് കേരളത്തിലുള്ളത്. അതായത് ക്രിസ്ത്യാനിക്ക് എത്ര സീറ്റ് വേണം, ഇന്ന സീറ്റുകൾ ക്രിസ്ത്യാനിയുടെ, ഇന്ന സീറ്റുകൾ മുസ്ലിമിന്റെ എന്നുള്ള രീതിയിൽ അങ്ങ് വീതിച്ചു മാറ്റിയിട്ട് പിന്നെ ജാതി അടിസ്ഥാനത്തിലൊക്കെ ഉള്ള വീതം വേറെ. ഇതൊക്കെ കേരളത്തിന്റെ ഉത്ഭവ കാലം മുതൽ ഇന്ന് വരെ നിലനിന്ന് വരുന്ന ഒരു സംവിധാനമാണ്. അവിടെ രാഷ്ട്രീയം എന്നൊക്കെ നമ്മൾ കോൺഗ്രസ് CPM എന്നൊക്കെ പറയുമെങ്കിലും കോൺഗ്രസോ CPMോ ഈ പറഞ്ഞ യാഥാർത്ഥ്യത്തെ മറികടക്കാൻ ധൈര്യപ്പെടുന്നില്ല. ഇപ്പോ നായന്മാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ നായരെ നിർത്തുള്ളൂ, ഈഴവന് ഭൂരിപക്ഷമുള്ളിടത്ത് ഈഴവനെ നിർത്തുള്ളൂ, ക്രിസ്ത്യാനിക്ക് മുസ്ലിമിന് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ തന്നെ വീതം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കണക്ക് കൂട്ടലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാൽ ഭൂരിപക്ഷം ഉണ്ടാക്കാം. ജോസ് കെ മാണിയെ കൂടെ കൂട്ടിയപ്പോൾ 2 തവണ തുടർച്ചയായിട്ട് ഇടതുപക്ഷത്തിന് ഭരണം കിട്ടി. ഇനിയിപ്പോ കുഞ്ഞാലിക്കുട്ടിയെ മുസ്ലിം ലീഗിനെയും കൂടെ അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരും. അത്രേ ഉള്ളൂ. പിണറായി വിജയൻ എന്ത് ദ്രോഹം ചെയ്താലും ഒരു പ്രശ്നമില്ല. മുസ്ലിം ലീഗിനെയും കൂടെ അടർത്തിയെടുത്താൽ അടുത്ത തവണ വീണ്ടും പിണറായി വിജയൻ വരും. ഇവിടെ രാഷ്ട്രീയമില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവിടെ മതം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊരു മതമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ കമ്മ്യൂണിസ്റ്റ് മതവും ക്രിസ്തവ മതവും അതിൽ എല്ലാ ഭാഗത്തേക്ക് ആൾക്കാരെ വിരിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ഹൈന്ദവ സമൂഹം. അതിനെ നായരായിട്ടും ഈഴവനായിട്ടും പട്ടികജാതിയായിട്ടും പലതായിട്ടും വേർതിരിച്ചു നിർത്താൻ ഈ 2 മുന്നണികൾക്കും സമർത്ഥമായി കഴിയുന്നിടത്തോളം കാലം കേരളം LDFനും UDFനും സുരക്ഷിതമാണ്. ഇനിയിപ്പോ LDF UDF എന്ന് അവർ പറയേണ്ട കാര്യമില്ല. NDA മുന്നണി ആയതുകൊണ്ട് അടുത്ത തവണ 10 സീറ്റ് വീതിച്ചങ്ങ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സുരക്ഷിതമാണ്. 10 LDFനും 10 UDFനും എന്ന് പറഞ്ഞങ്ങ് മത്സരിക്കുകയാണെങ്കിൽ അവർക്കും എളുപ്പമാണ്, ഞങ്ങൾക്കും എളുപ്പമാണ്. കാരണം ഈ മുന്നണി സംവിധാനം എന്താണെന്നുള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നു കഴിയുമ്പോൾ NDAക്കും വിജയ സാധ്യത കൂടുകയും ചെയ്യും. ഞാൻ ഈ ഒരു ഘട്ടത്തിൽ അവസാനത്തെ ഒരു ചോദ്യം. അപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷനിൽ BJP തീർച്ചയായും വികസനം എന്നൊരൊറ്റ പോയിന്റിൽ മാത്രമേ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ, അത് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ അങ്ങേക്ക്? BJPയെ സംബന്ധിച്ചിടത്തോളം വികസനം എന്നുള്ളത് വളരെ ശക്തമായി കൃത്യമായി മുന്നോട്ട് വെക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ വ്യക്തമായി മുന്നോട്ട് വെക്കുന്നത് വികസനം തന്നെ ആയിരിക്കും. അത് കേരളത്തിലാണെങ്കിലും അഖിലേന്ത്യാ തലത്തിലാണെങ്കിലും ആ വികസനം വളരെ പ്രസക്തമായ ഒരു കാര്യവുമാണ്. ശ്രീ അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി, അത് BJP എത്രയൊക്കെ അധിക്ഷേപിച്ചാലും നമുക്കറിയാം ഇന്ത്യയാക്കിയത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ 10 വർഷത്തിലധികമായി കോൺഗ്രസ് പാർട്ടി കേന്ദ്ര ഭരണത്തിൽ നിന്നും മാറി നിൽക്കുന്നു.
പല പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളും നഷ്ടപ്പെടുന്നു. എന്നാൽ ചില പുതിയ സംസ്ഥാനങ്ങൾ അധികാരത്തിലേറാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ അഡ്വക്കേറ്റ് ജയസൂര്യ ഉന്നയിച്ച ഒരു ആശങ്ക, അത് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു സംശയമാണ്, ആശങ്കയാണ്. ഈ ഇന്ത്യ മുന്നണിക്ക് എത്രത്തോളം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം കേന്ദ്രത്തിൽ കൊണ്ടുവരാൻ സാധിക്കും? ഞാൻ നേരത്തെ അങ്ങയോട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു പോയിന്റ് ഉണ്ട്. ഈ മുന്നണികളെ അല്ലെങ്കിൽ ഈ പാർട്ടികളെ ഒന്നിപ്പിക്കുന്ന ഒരു ഏക ഘടകം, അത് എത്രയൊക്കെ നിഷേധിച്ചാലും ഏക ഘടകം എന്ന് പറയുന്നത് ഒരു BJP വിരുദ്ധ വികാരമാണ്. പക്ഷെ അധികാരത്തിലേറി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിരിക്കുന്നത് പോലെ സുഗമമായിരിക്കില്ല കാര്യങ്ങൾ. പല വിഷയങ്ങൾ, ഈ പറഞ്ഞതുപോലെ ഈ ജാതിയുമായിട്ടുള്ള പല റിസർവേഷൻ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, പല സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, അതിലൊക്കെ ഒരു ഏകകണ്ഠമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുവാൻ, നിലപാടെടുക്കുവാൻ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം കേന്ദ്രത്തിൽ കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം ഈ ഘട്ടത്തിലുണ്ടോ ശ്രീ സുശീൽ ഗോപാൽ? ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങൾ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട, അദ്ദേഹം ഇപ്പോഴും ഈ കേരളത്തിലെ BJP എന്ന് പറയുന്നത് ഭാഗ്യവും സുവർണാവസരവും മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി അധപതിച്ച അവസ്ഥയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യുന്ന ഒരു പരാമർശം അദ്ദേഹം പറയുകയുണ്ടായി. അതായത് കേരളത്തില് രാഷ്ട്രീയമില്ല, മതം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിക്ക്. ഞാൻ അദ്ദേഹത്തിനോട് ചെറിയൊരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു മത്സരിപ്പിക്കാൻ എന്നുള്ളത് കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ആക്ഷേപിച്ച രാഷ്ട്രീയത്തെയും കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്കുള്ള കൃത്യമായ ഉത്തരമാകും. കാരണം കേരളത്തിലെ രാഷ്ട്രീയത്തിനകത്ത് ഇന്ത്യയിലെ 28 സംസ്ഥാനം ഞങ്ങൾ അങ്ങനെ കാണിച്ചു. ഞങ്ങൾ ഒരു സംസ്ഥാനത്തും ജാതി മതം നോക്കി അല്ല സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. വേണ്ട സാർ. കൃത്യമായി ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകണ്ടേ? അതല്ലേ രാഷ്ട്രീയം? ഇതിനകത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ലല്ലോ, എല്ലാ ജനവിഭാഗങ്ങൾക്കുള്ള പ്രതിനിധികളും ഉണ്ടാകേണ്ട രാഷ്ട്രീയത്തിനകത്ത്. അതല്ലേ ജനാധിപത്യം? അല്ലാതെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കല്ലേ. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്നവർക്ക് മാത്രമാണ് ജനപ്രതിനിധികളാകാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ ജനങ്ങളുടെ അവകാശങ്ങളെ വേണ്ടി സംസാരിക്കാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമേ പാർലമെന്ററി പൊളിറ്റിക്സ് പറ്റുള്ളൂ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. ആ രാഷ്ട്രീയം കൊണ്ടാണ് സാർ നിങ്ങൾ പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തതും കേരളത്തിലെ രാഷ്ട്രീയത്തിന് ഇങ്ങനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വരുന്നതും അത്തരത്തിലുള്ള രാഷ്ട്രീയം കൊണ്ടടക്കുന്നതുകൊണ്ടാണ്. ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്ന ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രാഷ്ട്രീയ ഭദ്രത നിങ്ങൾക്ക് ബാധിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഈ ഞങ്ങൾ മറ്റൊരു വിഭാഗത്തെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ മാത്രം മതി ജനാധിപത്യത്തിൽ മത്സരിക്കാനെന്ന്. അത് ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങ് സൂചിപ്പിച്ച അല്ല തെറ്റാണെന്നുള്ളതിന്റെ തെളിവ് ഞാൻ നേരത്തെ കഴിഞ്ഞു. വീണ്ടും അല്ലല്ലേ, തെറ്റാണെന്നുള്ളതല്ലോ ഞാൻ പറഞ്ഞല്ലോ. സ്വാഭാവികമായിട്ടും കേരളത്തിനകത്ത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളെ നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ഇത്രയ്ക്കും ദൈനംദിന ജീവിതത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഏത് ജനസമൂഹമാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ള? ഇത്രയ്ക്കധികം വ്യക്തമായ രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള, രാഷ്ട്രീയപരമായി നിരീക്ഷണ ശക്തിയുള്ള, രാഷ്ട്രീയപരമായി നിലപാടെടുക്കാൻ സാധിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കാമോ? നിങ്ങൾ ഭൂരിപക്ഷമുള്ള എല്ലാ മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള എല്ലാ സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ പറഞ്ഞല്ലോ ഗോവയിലെ രാഷ്ട്രീയമാണോ? ഗോവയിലെ നിങ്ങൾ എങ്ങനെയാ ഭരണത്തിലേക്ക് വന്നത്? എങ്ങനെയാണ് അവിടെ നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയത്? അതായത് ജയിച്ച് വന്നു കഴിഞ്ഞാൽ അതിൽ വരുന്ന പാർട്ടികളുടെ MLA-മാരെ പണം കാണിച്ചും ഭീഷണിപ്പെടുത്തിയും അന്വേഷണ ഏജൻസികളെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയും അവരെ പാർട്ടി മാറ്റുകയാണല്ലേ നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം. അതല്ലേ നിങ്ങളുടെ രാഷ്ട്രീയ തീരുന്നതേ ഉള്ളോ കോൺഗ്രസ്? അത് കോൺഗ്രസ് അല്ല ഞാൻ പറയുന്നത് അന്വേഷണ ഏജൻസികളെ കാണിച്ച് രാഷ്ട്രീയം. അതെന്തായാലും മോശം നിങ്ങൾക്ക്. അല്ല, നിങ്ങൾ ചെയ്യുന്നത് മോശമല്ലല്ലോ. നിങ്ങൾ പൈസ കൊടുത്ത ആളുകളെ ജനാധിപത്യ കച്ചവടം ചെയ്യുമ്പോ കുതിര കച്ചവടം നടത്തുന്നത് മോശമല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഗോവയിൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ നിങ്ങൾക്ക് എങ്ങനെ സഖ്യകക്ഷികൾ ഉണ്ടായേ? ഭരണത്തിന് ഇലക്ഷൻ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്ന് ഭരണത്തിലേക്ക് എത്തുന്ന മുന്നണികളുടെ ഒപ്പം നിങ്ങളും കൂടി ചേരാണ്. അങ്ങനെയാണ് നിങ്ങൾ സഖ്യകക്ഷികൾ ഉണ്ടാക്കിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് സഖ്യകക്ഷികളായി സഖ്യം ചേർന്നല്ലോ നിങ്ങൾ തെരഞ്ഞെടുപ്പ് മത്സരിച്ചേ. എന്നിട്ട് നിങ്ങൾ പറയാണ് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുള്ള സംസ്ഥാനങ്ങളൊക്കെ നിങ്ങളെ ഭരിക്കുന്നതെന്ന്. നിങ്ങൾ ഇത്തരത്തിൽ ആളുകളെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും ഇറക്കരുത്. എങ്ങനെയാണ് ഗോവയില് നിങ്ങൾക്ക് മെജോറിറ്റി കിട്ടിയതെന്നും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ നിങ്ങൾ എങ്ങനെയാ ഭരണത്തിൽ വന്നതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞ മണിപ്പൂർ വിഷയം ഉണ്ടല്ലോ, ആ മണിപ്പൂർ വിഷയത്തിൽ നിങ്ങൾ പറയുന്ന
ആ ഗോത്ര വിഭാഗങ്ങളുടെ പ്രശ്നമല്ല ഇവിടെ ചോദ്യം. ഇത്ര ദിവസം 170 ദിവസത്തിലേറെയായി മണിപ്പൂർ ഇത്രയ്ക്കധികം വിഷയങ്ങളുണ്ടായി, ഇത്രയ്ക്കധികം കൊലപാതകങ്ങളുണ്ടായി, ഇത്രയ്ക്കധികം ബലാത്സംഗങ്ങളുണ്ടായി, ഇത്രയ്ക്കധികം ആരാധനാലയം തകർക്കപ്പെട്ടു. കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കാൻ സാധിച്ചു? എന്ത് വിഷയത്തിൽ ഇടപെടാൻ പറ്റി? അവിടെയാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. അല്ലാതെ ഗോത്ര വിഭാഗങ്ങൾ തർക്കം ഇന്നതാണെന്നോ ആ തർക്കം പരിഹരിക്കാൻ പറ്റാത്തതാണെന്നോ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതല്ല. ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് എന്ത് ഇടപെടലാണ് നടത്താൻ പറ്റിയത്? ഈ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നാണ് മണിപ്പൂർ വിഷയത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയത്? രാഷ്ട്രീയ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമുള്ള രാജ്യമാണ്. ആ രാജ്യത്തിനകത്ത് ഇത്രയ്ക്കധികം നിങ്ങൾ പറയുന്ന ക്ലീൻ മെജോറിറ്റി ഉള്ള ഒരു കേന്ദ്ര മന്ത്രിസഭയ്ക്ക് എന്ത് ഇടപെടലാണ് ആ വിഷയത്തിൽ ഉണ്ടാകാൻ സാധിച്ചത്? ഇതൊക്കെ നമ്മളുടെ സഹോദരങ്ങളാണെന്നുള്ള ബോധമുണ്ടാവണം സാർ. നമ്മളുടെ സഹോദരങ്ങളാണ്. അവിടെ കത്തിയെരിയുന്നതും ബലാത്സംഗത്തിന് ഇരയാകുന്നതും നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ള ഒരൊറ്റ വികാരം മതി. ആ വികാരം ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം. ആ വികാരം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്നതാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം. ആ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്നതുകൊണ്ടാണ് കേരളം നിങ്ങളെ അപ്പാടെ തള്ളിക്കളയുന്നത്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അല്ല, മണിപ്പൂരിൽ പ്രശ്നം ഉണ്ടാകുന്നതിന് കേരളത്തിൽ തള്ളിയാൽ മതിയോ? മണിപ്പൂരിൽ എന്താ തള്ളാത്തത്? മണിപ്പൂർ തള്ളും. ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നല്ലേ ഉള്ളൂ. നിങ്ങൾ പിന്നെ നിങ്ങൾ മണിപ്പൂർ തെരഞ്ഞെടുപ്പിനകത്ത് നിങ്ങൾ കൃത്യമായി കളിച്ച പൊളിറ്റിക്സ് ഉണ്ട്. അവിടെ നിന്ന് കിട്ടാവുന്ന മെജോറിറ്റി വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പാലിക്കുന്ന നിശബ്ദതയുണ്ടല്ലോ, ആ നിശബ്ദത നിങ്ങൾക്ക് തന്നെ വാളായി വരും. നിങ്ങൾ സംശയം വേണ്ട. അത് ആ ഒരു ആത്മവിശ്വാസത്തിലാണ് നിങ്ങൾ ചിരിച്ചുകൊണ്ട് പറയുന്നത് മണിപ്പൂർ തെരഞ്ഞെടുപ്പ് വരട്ടെ, ലോക്സഭ തെരഞ്ഞെടുപ്പ് വരട്ടെ, അവിടുത്തെ റിസൾട്ട് കാണാമെന്ന്. പക്ഷെ ആ ചിരി കണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങളുടെ മെജോറിറ്റി വോട്ട് ഷെയർ കണ്ടുകൊണ്ടുള്ള ഈ നിശബ്ദത ഇന്ത്യയുടെ ജനാധിപത്യത്തെ അപകടപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെ കുരുതി കൊടുത്തുകൊണ്ട് വരുന്ന ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയം ഇത്തവണ 2024 ഇന്ത്യയിൽ വില പോവില്ല. ഒരു സംശയം വേണ്ട. അത് അതിജീവനത്തിന്റെ പോരാട്ടമാണ്. എല്ലാ ആരോപണങ്ങൾക്കും ബാക്കി ഇലക്ഷനിലൂടെ ജനങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കട്ടെ. നമുക്ക് ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ്, നമുക്ക് സമയപരിമിതിയുണ്ട്. ശ്രീ ജോർജ് കല്ലുവേൽ, നേരത്തെ ഞാൻ അഡ്വക്കേറ്റ് സുശീലിനോട് ചോദിച്ച ചോദ്യമാണ്, പക്ഷെ അദ്ദേഹം മറ്റൊരു വിഷയം കൃത്യമായി തന്നെ അത് അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് എത്രത്തോളം സ്റ്റേബിൾ ആയിട്ട് ഈ പ്രതിപക്ഷ കക്ഷികൾ അധികാരത്തിലേറി കഴിഞ്ഞാൽ എത്രത്തോളം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും? പല സംസ്ഥാനങ്ങളിലും പല വിഷയങ്ങളിലും പരസ്പരം പോരടിക്കുന്ന പല പാർട്ടികളുടെ ഒരു കൂട്ടായ്മയായ ഇന്ത്യ മുന്നണി, അത് BJP വിരുദ്ധത എന്ന ഒറ്റൊരു ആംഗിളിൽ നിന്നുകൊണ്ട് കേന്ദ്രത്തിൽ ഭരണം ഏറുവാണെങ്കിൽ എത്രത്തോളം സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും? ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ ജോർജ് കല്ലുവേൽ. ജോജി, രാഷ്ട്രീയത്തിലെല്ലാം സാധ്യതകളാണ്, അല്ല അതിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് രാഷ്ട്രീയം മാറി പറയുന്നത്, ഇന്ത്യൻ രാഷ്ട്രീയം പ്രത്യേകിച്ചും. തീർച്ചയായിട്ടും മുമ്പുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു ഐക്യത്തോടു കൂടിയാണ് ഇന്ത്യ മുന്നണി ഉണ്ടായതും മുന്നോട്ട് പോയതും. ഇന്ത്യ മുന്നണിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലത്ത് പോലും അവർക്കിടയിൽ ഇത്രയേറെ ഒരു യോജിപ്പുണ്ടാകുമെന്ന് കോൺഗ്രസിനോ CPM-നോ അടക്കമുള്ള ഒരു പാർട്ടിക്കും, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഒക്കെ ഈ മുന്നണിയിലേക്ക് കടന്നു വരുമെന്ന് അവർ പോലും വിശ്വസിച്ചില്ല. പക്ഷെ അതുണ്ടായി. അപ്പൊ രാഷ്ട്രീയത്തില് എന്താണ് ഇവിടെ സുശീല സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ വികസനത്തിന്റെ കാര്യം പറയുന്ന ആൾ തന്നെയാണ് കംപ്ലീറ്റ് മതത്തിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ എല്ലാത്തിനും അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതാണ് ന്യായമെങ്കിൽ പഞ്ചാബിലും ഡൽഹിയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ പ്രതിപക്ഷ കക്ഷികൾ ജയിക്കുന്നതിനെ കൂടെ അദ്ദേഹം ന്യായീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ജയം മാത്രമല്ല, ജനാധിപത്യത്തിന്റെ അന്തസ്, മാന്യത, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതായത് ജനാധിപത്യത്തിന് ഇന്ത്യയിൽ സ്ഥിരതയുള്ള ഗവൺമെന്റുകൾ ഉണ്ടാക്കുവാനായിട്ട് കഴിയണം എങ്കിൽ അതിനൊരു നല്ല നേതൃത്വം ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ നേതൃത്വങ്ങള് ഇത് ഊതി വീർപ്പിച്ച നേതൃത്വങ്ങളെക്കാൾ ഏറെ ശക്തമായ നേതൃത്വം, ഒരുപക്ഷെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ ഒരു പ്രസിഡന്റാണ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹമാണ് ജയ്പൂരിൽ നിന്ന് 2 നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി വെറും 1 മണിക്കൂർ കൊണ്ട് ശ്രീ അശോക് ഗെഹ്ലോട്ടും ശ്രീ സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ നേതൃത്വം കൊണ്ട് മാത്രമാണ് ഛത്തീസ്ഗഡില് ഒരു പ്രശ്നവുമില്ലാതെ കോൺഗ്രസിന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അദ്ദേഹമാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ ഇടപെട്ട് കമൽനാഥിനെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് കൃത്യമായ ഒരു രാഷ്ട്രീയ നേതൃത്വം ഒരുപക്ഷെ ഒരു കാലത്തും ഇല്ലാത്തതുപോലെ കോൺഗ്രസില് AICC അധ്യക്ഷൻ, അത്
സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണ്. അവിടെ അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വം ഈ മുന്നണിക്ക് വലിയ തോതിൽ ഉപകാരം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് ഇന്ത്യ മുന്നണി BJPക്കും NDAക്കും അവർ പ്രതീക്ഷിക്കുന്നതിലേറെ വലിയ വെല്ലുവിളിയാകും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. 35 വർഷത്തെ എന്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ, അതും 25 വർഷമായി ഞാൻ ഡൽഹിയിൽ നിന്നുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തെ അടുത്ത് കാണുന്നതുകൊണ്ട് പറയുകയാണ്, ഒരു സംശയവുമില്ല, ഒരാൾക്കും ഇവിടെ ഉറപ്പിച്ച ഒരു ഭരണം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇന്ത്യൻ ജനത വോട്ടർമാര് ശ്രീ കാളാമ്പറമ്പിൽ സൂചിപ്പിച്ചതുപോലെ അത്ഭുതകരമായ വിവേകപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എല്ലാ കാലത്തും വിജയിച്ചിട്ടുണ്ട്. അത് ഇന്ദിരാഗാന്ധിയെ തൂത്തെറിയുന്നതിലായാലും ഏതൊക്കെ അഴിമതി സർക്കാരുകളായിക്കോട്ടെ, രാജ്യവിരുദ്ധ സർക്കാരുകളോ അല്ലെ രാജ്യവിരുദ്ധ ശക്തികൾക്ക് താങ്ങ് കൊടുത്തവരെ ഒക്കെ അവരെയൊക്കെ പുറത്താക്കുവാനും അവർക്കൊക്കെ ഒരു പുതിയ പരീക്ഷണം നടത്തുവാനും ഒക്കെ എല്ലാ കാലത്തും ഇന്ത്യൻ ജനത തയ്യാറായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനാൽ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് 2024 NDAയും UPA അല്ല ഇന്ത്യ സഖ്യവും കാണും. ഓക്കെ, വളരെ ഏറ്റവും ലാസ്റ്റായി ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, നമുക്കറിയാം ജനാധിപത്യത്തിന്റെ ഒരു വലിയൊരു ഉത്സവം തന്നെയാണ് 2024 നടക്കാൻ പോകുന്നത്. ലോകം പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. വളരെ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു മനോഹാരിത എന്ന് തന്നെ പറയാം. ഈ ലോക്സഭാ ഇലക്ഷനുകൾ എത്രത്തോളം ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചാലും അത് ജനാധിപത്യത്തിന്റെ വലിയൊരു ബ്യൂട്ടി തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ലോക്സഭാ ഇലക്ഷനിൽ എത്തി നിൽക്കുമ്പോൾ എത്രത്തോളം ശോഭനമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി? ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ ചുരുങ്ങിയ വാക്കുകൾ. കാര്യത്തിൽ എനിക്ക് തോന്നുന്ന ഇന്ത്യൻ ജനത അവരുടെ വിദ്യാഭ്യാസത്തിന്റെയും സാമ്പത്തിക നിലവാരത്തിന്റെയും ഒക്കെ ഉപരിയായി നിലകൊള്ളുന്ന ഒരു സമൂഹമാണ്. അതിൽ മഹാഭൂരിപക്ഷം ജനങ്ങൾ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയും അത് തന്നെയാണ്. അതിനോട് സമാനമായി വന്ന രാജ്യങ്ങളൊക്കെ ഇന്ന് ഏകാധിപത്യ പ്രവണതയിലേക്ക് പോയപ്പോഴും ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ആ തൂണുകൾക്ക് യാതൊരു പരിക്കും ഏൽക്കാതെ ഇന്ന് പിടിച്ചു നിൽക്കുന്നെങ്കിൽ അത് ഇന്ത്യൻ ജനതയുടെ വലിപ്പമാണ് കാണിക്കുന്നത്. ലോകത്തിന് മുമ്പിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി, ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായി, ഏറ്റവും വലിയ വികസിത രാജ്യമായി മാറാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഇന്ത്യ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ വരും പോകും, ഇച്ഛാശക്തിയുള്ള നേതൃത്വങ്ങൾ നിലനിൽക്കും. അതേസമയം താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി തട്ടിക്കൂട്ടുകളുമായി വരുന്നവര് പരാജയപ്പെട്ടെന്നിരിക്കും. ജനങ്ങൾക്ക് അത് തിരിച്ചറിയാനുള്ള വിവേകബുദ്ധിയും വിവേക ശക്തിയുമുണ്ട്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ഇതിനിടയ്ക്ക് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തില് നമ്മൾ കാണുന്ന ചില പ്രശ്നങ്ങള്, കേരളത്തിന്റെ പശ്ചാത്തലത്തിനോട് ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ചില പ്രശ്നങ്ങള് അത് കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാതെ കേന്ദ്രത്തിൽ നിന്ന് വന്ന് കണ്ടെയ്ൻ ചെയ്യേണ്ടി വരുന്നു. അത് അഴിമതിയാണെങ്കിലും, അത് ഭീകരവാദ പ്രസ്ഥാനങ്ങളാണെങ്കിലും, അത് ഭീകരവാദികളെ അമർച്ച ചെയ്യാൻ വേണ്ടിയുള്ള റെയ്ഡുകളാണെങ്കിലും ഒക്കെ എന്ന് പറയുന്നത് നമ്മളെ രണ്ടു വട്ടം ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ദല്ലാളന്മാരായി മാറാതിരിക്കത്തക്കവണ്ണം ഇവിടുത്തെ ജനാധിപത്യം ശക്തമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രം ഇവിടെ ഭരിച്ചു പോകാമെന്നുള്ളതല്ല. ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഏത് രാഷ്ട്രീയ പാർട്ടികളെയും ഏത് സംവിധാനങ്ങളെയും അത് ത്യാഗി വിവേകത്തോടെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഇന്ത്യൻ സമൂഹമുള്ളിടത്തോളം കാലം ഇന്ത്യയുടെ ജനാധിപത്യം ശോഭനമാണ്. ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും. അത് ഉയരങ്ങളിലേക്ക് വളരും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. വ്യക്തികൾ വരും, രാഷ്ട്രീയ പാർട്ടികൾ വരും പോകും, അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ മാറി മറിയും. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയവും ഇന്ത്യ എന്ന് പറയുന്ന സാമ്രാജ്യവും ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായി എന്നും നിലകൊള്ളും എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാൻ. 2024 ലോക്സഭാ ഇലക്ഷൻ ഏത് പാർട്ടി ജയിച്ചാലും ആത്യന്തികമായിട്ടുള്ള വിജയം ഇന്ത്യൻ ജനാധിപത്യത്തിനായിരിക്കട്ടെ. രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിവിടുന്ന ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങൾക്ക് മറുപടി ജനങ്ങൾ ബാലറ്റിലൂടെ നൽകട്ടെ. ഈ ജനാധിപത്യത്തിന്റെ വലിയ ഉത്സവത്തിൽ പോരാട്ടത്തിനിറങ്ങുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഷെക്കേന ബിഗ് ഡിബേറ്റ് ഇവിടെ സമാപിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഒപ്പം അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ഒപ്പം ശ്രീ ജോർജ് കൽവേലിൽ, ഒപ്പം ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, 4 പേർക്കും നന്ദി.